Hi all, this is Shoni from Cato Learning. Cato Learning related ആയിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാനാണ് 1 or 2 minutes ഞാൻ എടുക്കുക. ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളും എക്കണോമിക് സ്പെസിഫിക് ആയിട്ടുള്ള എക്സാംസുമാണ് ഈ ഒരു ചാനലിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. വളരെ റീസെന്റ് ആയിട്ടാണ് ഈ ഒരു ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടാകാം, ഓൾറെഡി നമ്മുടെ വീഡിയോസ് കണ്ടവരുണ്ടാകാം. നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഓരോ ക്ലാസ്സസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ പ്രോത്സാഹനവുമാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. ഇനി അതുകൂടാതെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഓരോ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്ലേ ലിസ്റ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ UGC നെറ്റ് എക്കണോമിക്സ്, കേരള സെറ്റ് എക്കണോമിക്സ്, CUT PG എക്കണോമിക്സ്, ദെൻ കേരള PSCയിൽ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ്, സ്പെസിഫിക്കലി HSST എക്കണോമിക്സ്, കൊളീജിയറ്റ് എക്സാം, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്, റിസർച്ച് അസിസ്റ്റന്റ് പോലുള്ള എക്സാംസ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഓരോ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ്സസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി ഇതുകൂടാതെ ഈ എക്സാംസിനെല്ലാം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ പെയ്ഡ് ക്ലാസ്സസ് ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ്, നോട്ട്സ്, PPT, ടെസ്റ്റ് പേപ്പേഴ്സ്, അതുകൂടാതെ ഇന്ററാക്റ്റീവ് ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഓരോ വീഡിയോസിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ചില ലൈവ് സെഷൻസ് നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഫ്രീ മെറ്റീരിയൽസും ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഓരോ വീഡിയോസിന്റെ അടിയിലും നമ്മുടെ നമ്പർ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് കോസ്റ്റ്, കോൺസെപ്റ്റ് ഓഫ് കോസ്റ്റിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡിഫറെന്റ് തിയറീസ് ആണ്. അപ്പൊ ആ തിയറീസിൽ തന്നെ നമുക്ക് മേജർ ആയിട്ട് ട്രഡീഷണൽ തിയറി ഓഫ് കോസ്റ്റും അതുപോലെ തന്നെ മോഡേൺ തിയറി ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞ് രണ്ടായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഈ ട്രഡീഷണൽ തിയറി ഓഫ് കോസ്റ്റ് ആണ്. ഇപ്പൊ യൂഷ്വൽ കേസസിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഈ ട്രഡീഷണൽ തിയറി ഓഫ് കോസ്റ്റിൽ നിന്നാണ്. പ്രത്യേകിച്ച് ഓരോ കോസ്റ്റ് കർവുകളുടെയും ആവറേജ് കോസ്റ്റ് കർവ്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ഇങ്ങനെയുള്ള പല കോസ്റ്റ് കർവുകളുടെയും ഷേപ്പുകളും അതിന്റെ ഫീച്ചേഴ്സിനെയും ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പം ഈ ഒരു കോസ്റ്റ് കർവുകളുടെ ബേസ് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന മാർക്കറ്റ് ഫോംസ് പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രാഫുകളിൽ ഈ ഓരോ കോസ്റ്റുകളെ കുറിച്ചുള്ള കൺക്ലൂഷൻസ് അറിഞ്ഞുകൊണ്ട് പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ ബേസിക് ആയിട്ട് കോസ്റ്റുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ്. അപ്പൊ പ്രീവിയസ് ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു പർട്ടിക്കുലർ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ ഇത് കേട്ടിരിക്കുക. ഇൻ കേസ് നിങ്ങൾ പ്രീവിയസ് ക്ലാസ് മിസ് ആയിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിന് ശേഷം ആ ഒരു വീഡിയോയും കൂടെ കണ്ടതിന് ശേഷം മാത്രം ഇതിലേക്ക് തിരിച്ചു വരിക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കാണേണ്ടത് ആദ്യം ഈ കോസ് ഫംഗ്ഷൻ എന്താണ്. കോസ് ഫംഗ്ഷനിൽ നമ്മൾ മേജർ ആയിട്ട് നമുക്ക് കാണേണ്ടത് എന്താണ് ഷോർട്ട് റൺ കോസ്റ്റ് ഫംഗ്ഷൻ, എന്താണ് ലോങ് റൺ കോസ്റ്റ് ഫംഗ്ഷൻ എന്നുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ ആദ്യം സംസാരിക്കുന്നത് ബേസിക് ആയിട്ടുള്ള കോസ്റ്റ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ആണ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൊഡക്റ്റ് ആൻഡ് കോസ്റ്റ് ഈസ് നോൺ ആസ് ദി കോസ്റ്റ് ഫംഗ്ഷൻ. There are two elements in determining the cost function of a firm. First, the production of the firm, and the second, the price paid by the firm for the factors used. അപ്പം ഒരു പർട്ടിക്കുലർ ഫേമിന്റെ കോസ്റ്റ് ഫംഗ്ഷനെ ഡിറ്റർമിൻ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. ആ ഫേമിന്റെ പ്രൊഡക്ഷനും, അതായത് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റും, അതുപോലെ തന്നെ ആ ഫേം അവിടുത്തെ ഓരോ ഇൻപുട്ടുകൾക്കും അല്ലെങ്കിൽ ഫാക്ടേഴ്സിന് പേ ചെയ്യുന്ന പ്രൈസും. ഈ രണ്ട് ഫാക്ടേഴ്സ് ആണ് മേജർ ആയിട്ട് കോസ്റ്റ് ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നത്, ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ജനറലി കോസ്റ്റ് ഫംഗ്ഷൻസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ഷോർട്ട് റൺ കോസ്റ്റ് ഫംഗ്ഷനും അതുപോലെ തന്നെ ലോങ് റൺ കോസ്റ്റ് ഫംഗ്ഷനും. നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഡിസ്കസ് ചെയ്ത സമയത്ത് ഓൾറെഡി നമ്മൾ കണ്ടതാ എന്താണ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ എന്നും എന്താണ് ലോങ് റൺ പ്രൊഡക്ഷൻ എന്നും. അപ്പൊ ഷോർട്ട് റൺ പ്രൊഡക്ഷനും ലോങ് റൺ പ്രൊഡക്ഷനിലും നമ്മൾ മേജർലി നമ്മൾ സംസാരിക്കുന്നത് എന്താണ്, ഒരു ഫിക്സഡ് ഫാക്ടറിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആയിരിക്കും.
ഇനി അതുപോലെ ലോങ് ടേം പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ എന്തായിരിക്കും? എല്ലാ ഫാക്ടേഴ്സും വേരിയബിൾ ആയിരിക്കും. ഇതാണ് നമ്മുടെ മേജർ ആയിട്ട് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് ഷോർട്ട് റൺ ലോങ് ടേണിനെ കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഷോർട്ട് ആൻഡ് ലോങ് ടേൺ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് ടൈം പീരീഡിനെ വെച്ച് ബേസിക് ആയിട്ട് നമ്മൾ പറയാനുള്ള ടെൻഡൻസി ഉണ്ട്. ടൈം പീരീഡ് നമ്മൾ യൂഷ്വലി പറയാറുണ്ട്. പക്ഷേ എക്കണോമിക് സെൻസിൽ ഷോർട്ട് റൺ ലോങ് ടേൺ എന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന എന്താണ്? പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഈഫ് ഒരു ഫിക്സഡ് ഫാക്ടറിന്റെ എക്സിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതെന്താണ്? അത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ആണ്. ഇനി ലോങ് ടേൺ പ്രൊഡക്ഷനിൽ എന്തായിരിക്കും? എല്ലാം വേരിയബിൾ ഫാക്ടർ ആയിരിക്കും. ഇതാണ് എക്കണോമിക് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സെൻസിലുള്ള ഷോർട്ട് റൺ ആൻഡ് ലോങ് ടേൺ എന്ന് പറയുന്നത്. അപ്പം ഓരോന്നിലേക്കും ഷോർട്ട് റണ്ണിലേക്കും ലോങ് ടേണിലേക്കും നമുക്ക് സെപ്പറേറ്റ്ലി വരാം. എന്താണ് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ? ഇതൊക്കെ നമ്മൾ പ്രീവിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പഠിച്ചതാണ്. The short run production function defined as a period during which at least one input is fixed. അപ്പം ഒരു ഇൻപുട്ട് എങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് എങ്കിലും ഫിക്സ്ഡ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആ ഒരു ടൈം പീരീഡിനെയാണ് നമ്മൾ യൂഷ്വലി ഷോർട്ട് റൺ പ്രൊഡക്ഷൻ എന്ന് വിളിക്കുക. യൂഷ്വൽ കേസസിൽ ഈ ക്യാപിറ്റൽസ് ആണ്, മിഷനറി അല്ലെങ്കിൽ ബിൽഡിങ്സ് പോലുള്ള ഐറ്റംസ് നമുക്ക് ഷോർട്ട് റണ്ണിൽ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അല്ലെ. നിങ്ങൾക്ക് ഒരു ഫാക്ടറി നിങ്ങൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഫാക്ടറി മാറ്റി വേറൊരു ഫാക്ടറിയിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ഫിക്സഡ് ഇൻപുട്ടിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഷോർട്ട് റൺ എന്ന് വിളിക്കുക. ഇനി ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണ്. വളരെ കോണ്ടെക്സ്റ്റ് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഫ്ലെക്സിബിൾ ടൈമിനെയാണ് ഷോർട്ട് റൺ നമ്മൾ പറയുക. ചിലപ്പോൾ അതെന്താ ഒരു നാനോ സെക്കൻഡ് മുതൽ 1 ഇയർ വരെ വരാവുന്ന ടൈം പീരീഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഷോർട്ട് റൺ എന്ന് വിളിക്കുക. അപ്പൊ ഷോർട്ട് റൺ എന്ന് നിങ്ങൾ ഒരു എക്കണോമിക് സ്റ്റുഡന്റ് കേട്ട് കഴിയുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അതിന്റെ ടൈം ഡ്യൂറേഷനിൽ ഉപരി എപ്പോഴാണോ അവിടെ ഒരു എന്താണ് ഫിക്സഡ് ഇൻപുട്ട് അല്ലെങ്കിൽ ഫിക്സഡ് ഫാക്ടറിന്റെ പ്രസൻസ് ഉണ്ടോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുക. In the short run, firm can change some input like labor or raw material, but cannot change all the input like building a new plant. There are many short run, each with varying degree of flexibility in the factor usage. The fixed cost remain unchanged in the short run. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമ്മൾ ഷോർട്ട് റണ്ണിൽ എന്താണ്? നമുക്ക് എല്ലാ ഇൻപുട്ടുകളെയും ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. ചില ഇൻപുട്ടുകളെ മാത്രമാണ് വേരി ചെയ്യാൻ സാധിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഷോർട്ട് റൺ എന്ന് പറയുന്നത് എന്താണ്? വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി മാത്രമായിരിക്കും ഒരു ഫേമിന് പലപ്പോഴും ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് കോസ്റ്റ് ഷോർട്ട് പീരീഡിൽ അല്ലെങ്കിൽ ഷോർട്ട് റണ്ണിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഷോർട്ട് റണ്ണിലെ ഫിക്സഡ് കോസ്റ്റ് എന്തായിരിക്കും? നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം ഈ ഷോർട്ട് റണ്ണിന്റെ പ്രാധാന്യം കോസ്റ്റ് കർവിൽ വരുന്നത് എന്താണ്? ഈ ഫിക്സഡ് കോസ്റ്റ് ഉള്ളതാണ്. ഷോർട്ട് റൺ എന്ന് പറയുന്നിടത്ത് എന്താണ്? ഫിക്സഡ് കോസ്റ്റിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ്. ഇനി ലോങ് റണ്ണിലേക്ക് വരുമ്പോൾ എന്താണ്? ഈ ലോങ് ടൈം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? വളരെ ഈസിലി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ്. അവിടുത്തെ എല്ലാ ഇൻപുട്ടും എന്താണ്? വേരിയബിൾ ആണ്. അവിടെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് നമുക്ക് അവിടെ ഉണ്ടാകുന്നില്ല. എല്ലാ ഫാക്ടേഴ്സും വേരിയബിൾ ആണ്. നമുക്ക് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ഏത് വേരിയബിൾസ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേരി ചെയ്യാൻ സാധിക്കും. പക്ഷെ ഷോർട്ട് റണ്ണിൽ അങ്ങനെയല്ലായിരുന്നു. മിക്കവാറും ഈ ക്യാപിറ്റൽ പോലുള്ള ഐറ്റംസ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതാ ഈ ലോങ് റണ്ണിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇറ്റ് ക്യാൻ അഡ്ജസ്റ്റ് ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ലോങ് റണ്ണില് എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ ദ എൻറ്റർ ഓർ എക്സിറ്റ് ഇൻ ദ ഇൻഡസ്ട്രി ചേഞ്ചസ് ദ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ. അപ്പം ഇതൊക്കെ നമ്മൾ യൂഷ്വലി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഡിസ്കസ് ചെയ്ത സമയത്ത് കണ്ടതാ. അപ്പം ലോങ് റണ്ണിൽ എന്താണ്? ഇവിടെ എല്ലാ ഫാക്ടേഴ്സിനെയും നമുക്ക് വേരി ചെയ്യാൻ സാധിക്കും. ഫേമിന് എൻറ്റർ ചെയ്യാനോ എക്സിറ്റ് ചെയ്യാനോ മാർക്കറ്റിൽ നിന്ന് സാധിക്കും. സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി അവിടെ എന്താണ്? ഫിക്സഡ് കോസ്റ്റിനെ നമുക്ക് കാണാൻ സാധിക്കത്ത. അപ്പൊ ലോങ് റണ്ണിൽ അവിടെ എന്താണ്? ഫിക്സഡ് കോസ്റ്റ് ഇല്ല. അവിടെ എല്ലാം വേരിയബിൾ കോസ്റ്റുകൾ മാത്രമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ക്ലിയർ ആണോ പറഞ്ഞത്? ഇത്രയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആണോ? Okay, the short run costs are constrained by the presence of fixed input, leading to limited flexibility in adjusting output level. The long run costs reflect full flexibility where firm can find the most efficient production method for any output level. അപ്പം ഇവിടെ ഷോർട്ട് റണ്ണിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫിക്സഡ് ഇൻപുട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ ലിമിറ്റഡ് ഫ്ലെക്സിബിലിറ്റി ആണ്. നമുക്ക് ഒരു പരിധി കൂടുതൽ ഔട്ട്പുട്ടിനെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇനി ഔട്ട്പുട്ടിനെ ചെറിയ തോതിൽ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. എപ്പം? നിങ്ങൾക്ക് വേരിയബിൾ ഫാക്ടേഴ്സിനെ നിങ്ങൾ
ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി അതുപോലെ തന്നെ ലോങ് റണ്ണിലേക്ക് നമുക്ക് വന്നു കഴിയുമ്പോൾ എന്താണ്, ഫുൾ ഫ്ലെക്സിബിലിറ്റി ആണ്. എല്ലാ ഫാക്ടേഴ്സും എല്ലാ ഇൻപുട്ടുകളും വേരിയബിൾ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഏതാണ് മോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ നടക്കുന്നതും അതുപോലെ തന്നെ എനി ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനും ലോങ് റണ്ണിൽ സാധിക്കും. അപ്പം എന്താണ് ഷോർട്ട് റൺ, എന്താണ് ലോങ് റൺ എന്നുള്ളത് ആദ്യം തിരിച്ചറിയുക. ഇനി എന്താണ് ലോങ് റൺ ആൻഡ് ഷോർട്ട് റൺ പ്രൊഡക്റ്റ് കോസ്റ്റ് ഫംഗ്ഷനിലേക്ക് നമ്മൾ വന്നതാണ്. രണ്ട് നമ്മുടെ ഷോർട്ട് റൺ ലോങ് റൺ എന്താണെന്ന് അറിഞ്ഞു. അതിനുശേഷം നമ്മൾ വരുന്ന എന്താണ് ഈ ലോങ് റൺ ആൻഡ് ഷോർട്ട് റൺ കോസ്റ്റ് ഫംഗ്ഷനിലെ കുറിച്ചാണ്. അപ്പൊ ഇവിടെ പറഞ്ഞ പോലെ നമുക്കറിയാം ഫിക്സഡ് ഫാക്ടേഴ്സിന്റെ പ്രസൻസ് ഇല്ലാത്തതാണ് ലോങ് റൺ, ഫിക്സഡ് ഫാക്ടേഴ്സിന്റെ പ്രസൻസ് ഉള്ളതാണ് ഷോർട്ട് റൺ. അപ്പൊ ഇവിടെ നോക്കുക, കോസ്റ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് QTPF എന്ന് തന്നിരിക്കുന്നത്. അതായത് കോസ്റ്റ് എന്ന് പറഞ്ഞത് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്, അതായത് എത്രമാത്രം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിന്റെ ഫംഗ്ഷൻ ആണ്, ടെക്നോളജിയുടെ ഫംഗ്ഷൻ ആണ്. ദെൻ അതുപോലെ തന്നെ പ്രൈസ് ഓഫ് ദി ഫാക്ടേഴ്സ്, ഇൻപുട്ടുകളുടെ പ്രൈസ്. ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രൈമർലി എന്ത് ചെയ്യുന്നത്, കോസ്റ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പം ഒരു ഫേമിന്റെ ലോങ് റണ്ണില് കോസ്റ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന എന്തൊക്കെയാണ്, ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്, ടെക്നോളജി, പ്രൈസ് ഓഫ് ദി ഇൻപുട്ട്. ഇത്രയും കാര്യങ്ങളാണ് മോസ്റ്റ് പ്രോബബിളി കോസ്റ്റിനെ അഫക്ട് ചെയ്യുന്നത്. ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് കൂടിയാൽ ഒബ്വിയസ്ലി എന്ത് സംഭവിക്കും, കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. ഇനി അതുപോലെ തന്നെ ടെക്നോളജി കൂടിയാൽ എന്താ, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. പ്രൈസ് ഓഫ് ദി ഫാക്ടേഴ്സ് കൂടിയാൽ എന്ത് സംഭവിക്കും, നമ്മുടെ കോസ്റ്റ് കൂടും. അപ്പം ലോങ് റണ്ണില് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഇൻപുട്ടുകളും ഇവിടെ എന്താണ്, ഇവിടെ വേരിയബിൾ ആണ്. അതുകൊണ്ട് തന്നെ ലോങ് റൺ കോസ്റ്റ് ഫംഗ്ഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. ഇനി നമ്മൾ ഒരു ഈ പറയുന്ന ഒരു ഗ്രാഫിക്കൽ പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് തന്നു കഴിയുമ്പോൾ ഗ്രാഫിൽ നമുക്ക് രണ്ട് ഡയമെൻഷൻസേ കാണിക്കാൻ പറ്റൂ അല്ലെ, എക്സ് ആക്സിൽ ഒരു വേരിയബിൾ, വൈ ആക്സിൽ ഒരു വേരിയബിൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ലോങ് ടേൺ കോസ്റ്റ് കർവ് കാണിക്കാൻ വേണ്ടി പലപ്പോഴും നമ്മൾ ടെക്നോളജിനെയും പ്രൈസ് ഓഫ് ദി ഫാക്ടേഴ്സിനെയും നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കും. അതായത് ഒരിക്കലും ലോങ് ടേണിൽ എന്തല്ല, ലോങ് ടേണിൽ ഈ പറയുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് അല്ല, എല്ലാ ഫാക്ടേഴ്സും എന്താണ്, വേരിയബിൾ ആണ്. പക്ഷെ ഒരു ഗ്രാഫ് പെർസ്പെക്റ്റീവിലേക്ക് നമുക്ക് കാണിക്കണമെങ്കിൽ ഇവിടെ നമുക്ക് രണ്ട് ആക്സിസുകൾ, 2 ഡയമെൻഷൻസേ കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ 2 ഡയമെൻഷൻസ് കാണിക്കാൻ നമ്മൾ എന്താണ്, ടെക്നോളജിനെയും പ്രൈസ് ഓഫ് ദി ഫാക്ടേഴ്സിനെയും നമ്മൾ യൂഷ്വലി ഷിഫ്റ്റിംഗ് ഫാക്ടേഴ്സ് എന്നാണ് നമ്മൾ വിളിക്കുക. അതിനെ എന്താണ് ഇവിടെ ഫിക്സഡ് ആയിട്ട് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ഫിക്സഡ് എന്നല്ല, ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അതായത് അതിൽ ചേഞ്ച് വരുന്നില്ല, പ്രൈസ് ഓഫ് ദി ഫാക്ടേഴ്സ് ചേഞ്ച് ചെയ്യുന്നില്ല, ടെക്നോളജി ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ള ഒരു അസംഷൻ നമ്മൾ കൊണ്ടുവരികയാണ്. എന്നിട്ട് കോസ്റ്റ് ഫംഗ്ഷനെ നമ്മൾ എങ്ങനെ എഴുതും, C is equal to function of Q എന്ന് എഴുതും. അതായത് കോസ്റ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. അപ്പം ഇത് കാണിക്കുന്ന എന്തിനു വേണ്ടിയാണ്, ഇവിടുത്തെ ഈ 2 ഡയമെൻഷൻ ഗ്രാഫിൽ കാണിക്കാനാ. ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് സംഭവിക്കും, കോസ്റ്റും റൈസ് ചെയ്യുന്നുള്ള ആ ഒരു ഐഡിയ കാണിക്കാനാ. അപ്പൊ ഇവിടുത്തെ ടിയും പി എഫും, അതായത് ടിയും പി എഫിനെ നമ്മൾ യൂഷ്വലി വിളിക്കുന്ന എന്താണ്, ഷിഫ്റ്റിംഗ് ഫാക്ടേഴ്സ് എന്നാ വിളിക്കുക. നിങ്ങൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുവാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു മിനിറ്റ് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നോക്കാം, നമ്മള് ഒരു ഗ്രാഫ് വരയ്ക്കുന്നു. ഇവിടെ നമ്മള് എന്താണ്, ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടും ഇവിടെ കോസ്റ്റും കാണിക്കുന്നു. അപ്പം ഈ ഒരു കർവ് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് കൂടുന്ന അനുസരിച്ച് കോസ്റ്റ് എന്ത് ചെയ്യുന്നു, റൈസ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുക. അപ്പൊ ഇവിടെ ടിയും പിയും കോൺസ്റ്റന്റ് ആണ്, അതിനെ ഷിഫ്റ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു, അതിനനുസരിച്ച് കോസ്റ്റും റൈസ് ചെയ്യുന്നതാണ്. ഇവിടെ ടെക്നോളജി എന്ത് ചെയ്യുന്നു, ടെക്നോളജി ഇംപ്രൂവ് ചെയ്തു, അല്ലെങ്കിൽ ഒരു നല്ല ടെക്നോളജി വന്നു, അപ്പൊ എന്ത് ചെയ്യാം, കോസ്റ്റിനെ എന്ത് ചെയ്യാം, നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പം ഇതേ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് തന്നെ നമുക്ക് എന്താണ്, ലോവർ കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് ഈ കർവുകൾ എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പം ടെക്നോളജിയിലോ അതുപോലെ തന്നെ പ്രൈസ് ഓഫ് ദി ഫാക്ടേഴ്സിലോ ചേഞ്ച് വന്നു കഴിയുമ്പം കോസ്റ്റ് കർവ് ഷിഫ്റ്റ് ചെയ്യും. അപ്പം ഇവിടെ ലോങ് ടേണില് ഈ ടെക്നോളജിനെയും പ്രൈസ് ഓഫ് ദി ഫാക്ടേഴ്സിനെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് അസ്യൂം ചെയ്താലും അതിനെ നമ്മൾ എന്താണ്, ഷിഫ്റ്റിംഗ് ഫാക്ടേഴ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതല്ലാതെ നമ്മൾ ഷോർട്ട് റണ്ണിലെ പോലെ ഫിക്സഡ് ഫാക്ടർ ആയിട്ടല്ല അതിനെ കൺസിഡർ ചെയ്യുക. അതെന്താണ്, വേരിയബിൾ ഫാക്ടർ തന്നെയാണ്. പക്ഷെ നമുക്ക് 2 ഡയമെൻഷൻ ഗ്രാഫിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, ഇതിനെ സെപ്പറേറ്റ്ലി കാണിക്കാൻ സാധിക്കത്തില്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെ ഷിഫ്റ്റിംഗ് ഫാക്ടേഴ്സ് ആയിട്ട് നമ്മളാണ് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണ് എന്തുകൊണ്ടാണ് C is equal to ഫംഗ്ഷൻ ഓഫ് Q എന്ന് കാണിച്ചിരിക്കുന്നത്. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
Graphically, the long-term cost function is shown on the two-dimensional graph as C is equal to function of Q, set it as paribus. With the assumption that the technology and price of the relevant factors of production remain constant, the long-term cost function may be written as C is equal to function of Q T bar PF bar or C is equal to function of Q. അപ്പം ഇവിടെ എന്താണ് ഈ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനെ നമ്മൾ എന്താണ് C is equal to function of quantity of output ആയിട്ട് മാത്രം നമ്മൾ കാണുകയാണ്. However, the technology and the factor price need not remain constant. When these factors changes, their effect on cost is shown by a shift of the cost curve. It is this reason why the factors other than output are known as shift factors. അപ്പം ഔട്ട്പുട്ട് അല്ലാതെയുള്ള മറ്റേത് ഫാക്ടേഴ്സിനെ നമ്മൾ ലോങ് ടേം പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ എന്താണ് ഷിഫ്റ്റിംഗ് ഫാക്ടേഴ്സ് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുക. Theoretically, there is no difference between various factors which determine the cost, and the distinction we have drawn above between the output level and other factors determine the cost can sometimes be misleading. However, for showing cost on two-dimensional graph, this distinction has to be made. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു C is equal to function of Q എന്ന് നമ്മൾ കാണിച്ചിരിക്കുന്നതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. Then അതുപോലെ തന്നെ എന്താണ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലേക്ക് വരിക. അപ്പൊ ഇവിടെ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ എന്താണ് നമുക്കൊരു ഫിക്സഡ് ഫാക്ടർ ഉണ്ട്. അതായത് നമ്മൾ ക്യാപിറ്റലിനെ കെ ബാർ എന്ന് പറഞ്ഞ ക്യാപിറ്റലിനെ എന്താണ് ഒരു ഫിക്സഡ് ഫാക്ടർ ആയിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നത്. പക്ഷെ ലോങ് ടേം പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നമുക്ക് എന്തില്ലായിരുന്നു അങ്ങനെ ഒരു ഫിക്സഡ് ഫാക്ടറിനെ നമ്മൾ കാണിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ ടിയും പിയും കോൺസ്റ്റന്റ് ആയിട്ട് അസ്യൂം ചെയ്താലും അതെന്താണ് ഷിഫ്റ്റിംഗ് ഫാക്ടേഴ്സ് ആണ്. പക്ഷെ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലേക്ക് വരുമ്പം ഇവിടെ നമുക്ക് മിനിമം എന്താണ് ഒരു ഫിക്സഡ് ഫാക്ടർ എങ്കിലും നമുക്ക് കാണണം. അപ്പൊ ഇവിടെ ടിയും പിയും നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് അസ്യൂം ചെയ്തിട്ടുണ്ട്. പക്ഷെ കെയിനെയാണ് ഇവിടുത്തെ എന്താണ് ഫിക്സഡ് ഫാക്ടർ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പം C is equal to function of Q T bar PF bar and K bar ഇങ്ങനെ മൂന്നായിട്ടാണ് നാല് എന്താണ് ഫാക്ടേഴ്സിനെയാണ് കോസ്റ്റിന്റെ ഫംഗ്ഷൻ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. In the short run, in addition to the output level, technology and factor prices, the fixed factors such as capital equipment, land, etc. also determine the cost of production. Therefore, the short run cost function is written as C is equal to function of Q, T bar, P bar and K bar. Where K bar indicate the fixed factor, in this discussion on the production function, it has been stated that in the short run, certain factors like capital equipment, land, factory building and other top managerial staff remain constant. K bar underline the fact of the consistency of the fixed factors. Since the number of fixed factors does not change in the short run under the certain circumstances, K star is not a shift factor like technology and factor prices. അപ്പൊ ഇവിടെ ഈ കെ ബാർ അല്ലെങ്കിൽ കെ ബാർ എന്ന് പറയുന്നത് എന്താണ് ഒരു ഫിക്സഡ് ഫാക്ടർ ആണ്. അത് ഒരിക്കലും എന്തല്ല ഒരു വേരിയബിൾ ഇൻപുട്ട് അല്ല. അപ്പം ഈ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഫിക്സഡ് ഫാക്ടറിന്റെ പ്രസൻസ് തന്നെയാണ്. ഓക്കെ, ദെൻ അപ്പം ഇത്രയുമാണ് ബേസിക്കലി നിങ്ങൾക്ക് ഷോർട്ട് റൺ കോസ്റ്റ് ഫംഗ്ഷനും ലോങ് റൺ കോസ്റ്റ് ഫംഗ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഷോർട്ട് റണ്ണിൽ എന്താണ് ലിമിറ്റഡ് ഫ്ലെക്സിബിലിറ്റി മാത്രമാണ്. അവിടെ ഒരു ഫിക്സഡ് ഫാക്ടറിന്റെ പ്രസൻസ് എല്ലായ്പ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഒരു പരിധി കൂടുതൽ അവിടുത്തെ ഔട്ട്പുട്ടിനെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇനി ലോങ് റണ്ണിലേക്ക് വരുമ്പം എല്ലാം വേരിയബിൾ ഫാക്ടർ ആണ്. അവിടെ ഫിക്സഡ് ഫാക്ടറിന്റെ പ്രസൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് ഫുൾ ഫ്ലെക്സിബിലിറ്റി ആണ്. അതുപോലെ തന്നെ നമുക്ക് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ റൈസ് ചെയ്യാൻ സാധിക്കും. ഇനി ഏറ്റവും മേജർ ആയിട്ടുള്ള ഡിഫറൻസ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഫിക്സഡ് കോസ്റ്റിന്റെ പ്രസൻസ് ഉണ്ട്. ലോങ് ടേം പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ എന്തില്ല ഫിക്സഡ് കോസ്റ്റ് ഇല്ല. ഇതാണ് മേജർ ഡിഫറൻസ്. ഇത്രയും കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇനിയാണ് നമ്മൾ എങ്ങോട്ട് വരുന്നത് ഈ ട്രഡീഷണൽ കോസ്റ്റ് തിയറിയിലേക്ക് വരുന്നത്. അപ്പം ഇവിടെയാണ് നമ്മൾ സെപ്പറേറ്റ്ലി ഇനി ഓരോ കർവുകളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ആദ്യം നമുക്ക് കാണേണ്ടത് എന്താണ് ഷോർട്ട് റൺ കോസ്റ്റുകളാണ്. ഷോർട്ട് റൺ കോസ്റ്റ് കർവുകളെ കുറിച്ചാണ് നമ്മൾ ആദ്യം ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഷോർട്ട് റണ്ണിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്തുണ്ട് ഫിക്സഡ് കോസ്റ്റും ഉണ്ട്
വേരിയബിൾ കോസ്റ്റും ഉണ്ട്. അപ്പൊ ഒരു ഫേമിന്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും അതുപോലെ തന്നെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റും. അതായത് നമുക്കറിയാം ഒരു ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ അവിടെ സെർട്ടൈൻ ഇക്വിപ്മെന്റ് അല്ലെങ്കിൽ സെർട്ടൈൻ ഇൻപുട്ടുകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും, വേരി ചെയ്യത്തില്ല. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ. അപ്പം ഇങ്ങനെയുള്ള കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുന്ന ഫാക്ടേഴ്സിന് ഉണ്ടാകുന്ന കോസ്റ്റിനെയാണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് വിളിക്കുക. ഇനി ഈ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ സെർട്ടൈൻ ആയിട്ടുള്ള എലമെന്റ്സ് എന്ത് ചെയ്യാം? നമുക്ക് ഔട്ട്പുട്ടിനെ ഇൻക്രീസ് ചെയ്യാൻ വേരിയബിൾ ഇൻപുട്ടുകളെ ഇൻക്രീസ് ചെയ്യാം. അപ്പൊ അതിനെയാണ് നമ്മൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കുക. അപ്പം ടോട്ടൽ കോസ്റ്റ് ഷോർട്ട് റണ്ണില് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. അതാ ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ എന്താണ് ഷോർട്ട് റൺ കോസ്റ്റ് കർവിനെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഷോർട്ട് റണ്ണില് നമുക്ക് രണ്ട് കോസ്റ്റുകളാണ്, ഫിക്സഡ് കോസ്റ്റും അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റും. The fixed costs are those costs that do not change with the level of output. They are incurred even if the output is zero. അപ്പൊ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ടിനനുസരിച്ച് ഒരിക്കലും വേരി ചെയ്യാത്ത കോസ്റ്റുകളെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് വിളിക്കുക. അതുപോലെ തന്നെ ഔട്ട്പുട്ട് സീറോ ആണെങ്കിലും ഈ പറയുന്ന കോസ്റ്റുകൾ അവിടെ എക്സിസ്റ്റ് ചെയ്യും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാപിറ്റലിന് എന്താണ്, ഒരു ക്യാപിറ്റൽ കട എടുക്കുന്നു, ഒരു ബിസിനസ് നടത്താൻ ബാങ്കിൽ നിന്ന് കട എടുക്കുന്നു. ആ കട എടുത്ത് ഓരോ മാസവും അതിന് എടുക്കേണ്ട ഇൻട്രസ്റ്റ് നിങ്ങൾ പ്രൊഡക്ഷൻ നടത്തിയാലും ഇല്ലെങ്കിലും സെയിം ആണല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഒരു ഫിക്സഡ് കോസ്റ്റ് ആണ്. ഇനി അതുപോലെ തന്നെ ഏതാണ്? റെന്റ് ഓഫ് ഫാക്ടറി ബിൽഡിങ്സ്. ഇപ്പൊ നമ്മുടെ ഫാക്ടറി ബിൽഡിങ്ങിന് നമ്മൾ കൊടുക്കുന്ന റെന്റ്, നിങ്ങൾ ആ ഒരു കട റൂമിൽ കച്ചവടം നടത്തിയാലും ഇല്ലെങ്കിലും എന്ത് ചെയ്യണം? അതിന് റെന്റ് കൊടുക്കണം. ഇനി ഇക്വിപ്മെന്റിന്റെ ഡിപ്രീസിയേഷൻ, ഇനി അതുപോലെ തന്നെ ഏതാണ്? പെർമനന്റ് സ്റ്റാഫുകളുടെ ഏതാണ്? സാലറി, പെർമനന്റ് ആയിട്ട് നിൽക്കുന്ന സ്റ്റാഫുകളുടെ സാലറി, ഇത് എന്താ ചെയ്യത്തില്ല? വേരി ചെയ്യത്തില്ല. അപ്പം ഒരു ഔട്ട്പുട്ടിനനുസരിച്ച് വേരി ചെയ്യാത്ത കോസ്റ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫിക്സഡ് കോസ്റ്റ് എന്ന് വിളിക്കുക. ഔട്ട്പുട്ട് സീറോ ആണെങ്കിൽ പോലും ഈ കൈൻഡ് ഓഫ് കോസ്റ്റുകൾ അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പം ഈ ഫിക്സഡ് കോസ്റ്റിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇൻക്ലൂഡ് ഈവൻ ദ പ്രൊഡക്ഷൻ സ്റ്റോപ്പ്. പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്താലും ഈ പറയുന്ന ഫിക്സഡ് കോസ്റ്റുകൾ അവിടെ എക്സിസ്റ്റ് ചെയ്യും. ഡു നോട്ട് വേരി വിത്ത് ദ പ്രൊഡക്ഷൻ ലെവൽ ഇൻ ദി ഷോർട്ട് റൺ. ഷോർട്ട് റണ്ണില് പ്രൊഡക്ഷൻ ലെവൽ ചേഞ്ച് ചെയ്താലും ഇവിടെ ഈ പറയുന്ന ഫിക്സഡ് കോസ്റ്റിൽ ചേഞ്ച് വരില്ല. അതായത് നമുക്കറിയാം ഷോർട്ട് റണ്ണിൽ വേരിയബിൾ ഫാക്ടറിനെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഔട്ട്പുട്ടിനെ ഇൻക്രീസ് ചെയ്യാം. ഇങ്ങനെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്താലും ഫിക്സഡ് കോസ്റ്റുകൾ എന്ത് ചെയ്യത്തില്ല? ചേഞ്ച് ചെയ്യത്തില്ല. ദെൻ അതുപോലെ തന്നെ cannot be avoided until the firm fully exit the market. അപ്പം മാർക്കറ്റിൽ നിന്ന് ഫുള്ളി എക്സിറ്റ് ചെയ്യാതെ ഈ ഒരു കോസ്റ്റ് അവിടെ ഇല്ലാതാകുന്നില്ല. അപ്പം ഇവിടെ എന്താണ് ഫിക്സഡ് കോസ്റ്റ് എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഇനി എന്താണ്? വേരിയബിൾ കോസ്റ്റ് ഉണ്ട്. ദ കോസ്റ്റ് വിച്ച് കീപ് ഓൺ ചേഞ്ചിങ് with the changes in the quantity of output produced is known as the variable cost. അപ്പം ഓരോ പ്രൊഡക്ഷൻ ലെവൽ അല്ലെങ്കിൽ ഓരോ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടിനനുസരിച്ചും വേരി ചെയ്യുന്ന കോസ്റ്റുകളെയാണ് നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കുക. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന ഇലക്ട്രിസിറ്റി ബില്ല് അല്ലെ, നമ്മൾ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ കൂടുതൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചാൽ കൂടുതൽ ബില്ല് വരും. ഇനി അതുപോലെ തന്നെ പാക്കിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റുകൾ, എന്താ? കൂടുതൽ ക്വാണ്ടിറ്റി നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് വിറ്റ് കഴിഞ്ഞാൽ കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് പാക്കിംഗ് ചാർജസ് വരും. അപ്പം ഈ ഔട്ട്പുട്ട് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടിനനുസരിച്ച് വേരി ചെയ്യുന്ന കോസ്റ്റുകളെയാണ് നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഔട്ട്പുട്ട് സീറോ ആണെങ്കിൽ വേരിയബിൾ കോസ്റ്റും എന്തായിരിക്കും? സീറോ ആയിരിക്കും. പക്ഷെ ഫിക്സഡ് കോസ്റ്റിന്റെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ഔട്ട്പുട്ട് സീറോ ആയാലും ഫിക്സഡ് കോസ്റ്റ് അവിടെ എന്ത് ചെയ്യും? എക്സിസ്റ്റ് ചെയ്യും. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഔട്ട്പുട്ട്. മോർ പ്രൊഡക്ഷൻ ഹയർ വേരിയബിൾ കോസ്റ്റ്. ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്താൽ വേരിയബിൾ കോസ്റ്റ് കൂടുന്നു. സീറോ ഔട്ട്പുട്ട് സീറോ വേരിയബിൾ കോസ്റ്റ്. ഈസിലി അഡ്ജസ്റ്റബിൾ ഇൻ ദി ഷോർട്ട് റൺ, ഡിസപ്പിയർ ഇഫ് ദ പ്രൊഡക്ഷൻ ഈസ് സ്റ്റോപ്ഡ്. അപ്പൊ പ്രൊഡക്ഷൻ സീറോ ആണെങ്കിൽ വേരിയബിൾ കോസ്റ്റും സീറോ ആയിരിക്കും. അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ടതാണ് ഷോർട്ട് റണ്ണില് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തൊക്കെ ചേരുന്ന? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ചേരുന്നതാണ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്താണ്? ഇവിടുത്തെ ഏത് ലെവൽ ഓഫ് എത്ര ഔട്ട്പുട്ട് നിങ്ങൾ ഇൻക്രീസ് ചെയ്താലും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. അതായത് 240 തന്നെയല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. ഈ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഓരോ ഔട്ട്പുട്ട് ലെവലും ഇൻക്രീസ് ചെയ്യുന്ന, അതായത് 1 2 3 4 5 6 എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അപ്പം ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടിനനുസരിച്ച് നിങ്ങളുടെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്ന കോസ്റ്റുകളെയാണ് വേരിയബിൾ കോസ്റ്റ് എന്നും, ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച്
കോസ്റ്റുകളിൽ ഡിഫറൻറ്റ് വരുന്ന അല്ലെങ്കിൽ ആ കൈൻഡ് ഓഫ് കോസ്റ്റുകളെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് വിളിക്കുക. ഇനി ഇവിടെ ടോട്ടൽ കോസ്റ്റ് ആണ്, ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്താണ്, കോൺസ്റ്റന്റ് ആണ്. ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല. ദെൻ വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നു. ദെൻ ടി സി എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് TFC പ്ലസ് TVC ആണ്. ദെൻ ഔട്ട്പുട്ട് 0 ആണെങ്കിൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അതായത് ഔട്ട്പുട്ട് 0 ആണെങ്കിലും അവിടെ ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്. പക്ഷെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആവുന്ന സിറ്റുവേഷനിൽ വേരിയബിൾ കോസ്റ്റ് 0 ആവുന്നു. ദെൻ TFC അതായത് ഈ പറയുന്ന ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് 0 ആവുന്ന സമയത്ത് എന്തിനോട് ഈക്വൽ ആയിരിക്കും, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനോട് ഈക്വൽ ആയിരിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് നമുക്കറിയാം ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് TFC പ്ലസ് TVC ആണ്. ഇനി ഔട്ട്പുട്ട് 0 ആവുന്ന സമയത്ത് TVC 0 ആണ്. അപ്പൊ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും, TFCയോട് ഈക്വൽ ആയിരിക്കും. അതായത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനോട് ഈക്വൽ ആയിരിക്കും ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ മേജർ ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്തത് എന്താണ്, ഷോർട്ട് റൺ കോസ്റ്റ്. ട്രഡീഷണൽ കോസ്റ്റ് തിയറിയിൽ ഷോർട്ട് റൺ കോസ്റ്റ് ഫംഗ്ഷനെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഷോർട്ട് റണ്ണിൽ ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ് ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫോമിന് ഒരു പ്രൊഡക്ഷൻ നടത്തലുണ്ടാകുന്ന മുഴുവൻ കോസ്റ്റുകളെയാണ് ടോട്ടൽ കോസ്റ്റ്. അത് രണ്ട് രീതിയിലുള്ള കോസ്റ്റുകളുണ്ട്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ഉണ്ട്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ഉണ്ട്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ലെവലിനനുസരിച്ച് വേരി ചെയ്യാത്ത കോസ്റ്റുകളെയാണ് എന്ത് ചെയ്യുന്നത്, ഫിക്സഡ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഔട്ട്പുട്ട് 0 ആണെങ്കിലും ഈ കൈൻഡ് ഓഫ് കോസ്റ്റുകൾ അവിടെ എക്സിസ്റ്റ് ചെയ്യും. ദെൻ അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താ, ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടിനനുസരിച്ച് വേരി ചെയ്യുന്ന കോസ്റ്റുകളെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കുക. ഔട്ട്പുട്ട് 0 ആണെങ്കിൽ ഈ കൈൻഡ് ഓഫ് കോസ്റ്റുകളും 0 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കാണേണ്ട ഈ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന്റെ ഷേപ്പ് എന്താണെന്നുള്ളത്. ദ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഈസ് എ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ബൈ ദ ഫേം ഓൺ ഫിക്സഡ് ഇൻപുട്ട്. TFC റിമെയിൻ കോൺസ്റ്റന്റ് റിഗാർഡ്ലെസ് ഓഫ് ദി ഔട്ട്പുട്ട് ലെവൽ. അപ്പൊ ഔട്ട്പുട്ട് ലെവല് ഏത് തന്നെയാണെങ്കിലും ഇവിടുത്തെ TFC എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിന് എന്താണ്, ഹൊറിസോണ്ടൽ ആയി, എക്സ് ആക്സിന് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ഷേപ്പ് ആണ് TFCക്ക് വരുന്നത്. ഗ്രാഫിക്കലി TFC കർവ് ഈസ് എ ഹൊറിസോണ്ടൽ ലൈൻ പാരലൽ ടു ദി എക്സ് ആക്സിസ്. എക്സ് ആക്സിനോട് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ ആണ് നമ്മൾ പലപ്പോഴും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന് കാണിക്കുക. അപ്പൊ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെന്താണ്, ഒരു പാരലൽ ഷേപ്പ് ആണ്. അതായത് ഇവിടെ തന്നിരിക്കുന്നത് എന്താ, 240 എന്ന് പറയുന്നതാണ് അവിടുത്തെ ഫിക്സഡ് കോസ്റ്റ്. നമ്മൾ കണ്ട എക്സാമ്പിൾ 240 ആണ് അവിടുത്തെ ഫിക്സഡ് കോസ്റ്റ്. ആ ഫിക്സഡ് കോസ്റ്റ് ഏത് ലെവൽ ഓഫ് ഔട്ട്പുട്ടിലും അവിടുത്തെ ഫിക്സഡ് കോസ്റ്റ് എന്താണ്, സെയിം ആണ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആണ് പലപ്പോഴും TFC കർവിന് വരിക. The total variable cost is the total expenditure on variable input that changes with the level of output. Example like labor, raw material and electricity. Since higher output levels require greater utilization of variable input, they mean higher total variable cost. However, when the firm stops its production altogether, it does not require any variable input and therefore its total variable cost is 0. അപ്പം ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഔട്ട്പുട്ട് 0 ആകുന്ന ലെവലില് 0 ആയിരിക്കും. അപ്പം ഇവിടെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കർവിനെ കാണിച്ചിരിക്കുന്ന ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഒരു ഇൻക്രീസിങ് കർവ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇനിഷ്യലി എന്താണ്, വളരെ ഫാസ്റ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു, then ഒന്ന് സ്ലോ ഡൗൺ ആവുന്നു, then again ഫാസ്റ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പം ഇതുപോലെ ഒരു പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആയിട്ടുള്ള ഒരു കർവ് ആണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് നമ്മൾ കാണിക്കുക. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആണ്, എക്സ് ആക്സിന് ഹൊറിസോണ്ടൽ ലൈൻ ആണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് വരിക. പക്ഷെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻക്രീസിങ് ആണ്. ഇനിഷ്യലി rises sharply may reflect inefficiencies or setup cost. അപ്പം ഈ TVC ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന്റെ ഷേപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കുന്നത്. ഇനിഷ്യലി ഈ പറയുന്ന പർട്ടിക്കുലർ കർവ് എന്ത് ചെയ്യുന്നു, വളരെ ഷാർപ്പായിട്ട് റൈസ് ചെയ്യുന്നു. അതിന് മേജർ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഒരു ഫേം തുടങ്ങുന്ന സമയത്ത് പലപ്പോഴും അതിന് എസ്റ്റാബ്ലിഷ്മെന്റ് കോസ്റ്റുകൾ ഉണ്ട്, അതുപോലെ തന്നെ പല രീതിയിലുള്ള ഇൻഎഫിഷ്യൻസീസ് ഉണ്ടാകാം. ഈ ഇൻഎഫിഷ്യൻസീസ് ആണ് ഈ കർവിനെ ഇനിഷ്യലി
വളരെ ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഷാർപ്ലി ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ റൈസസ് മോർ സ്ലോലി, അതിനുശേഷം എന്ത് ചെയ്യുന്നു, വളരെ സ്ലോലി ഇവിടെ റൈസ് ചെയ്യുന്നു. ഈ സ്ലോലി ആണ്, അതായത് കോസ്റ്റ് ആണല്ലേ. അപ്പം ഇനിഷ്യലി വളരെ ഫാസ്റ്റ് ആയിട്ട് റൈസ് ചെയ്യുന്നു, ദെൻ വളരെ സ്ലോലി എന്ത് ചെയ്യുന്നു, റൈസ് ചെയ്യുന്നു. അതിനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് എന്താണ്, ഇൻക്രീസിങ് റിട്ടേൺ ടു വേരിയബിൾ ഇൻപുട്ട് ആണ്. അതായത് നമുക്കറിയാം, നമ്മൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ പഠിച്ച സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത ഇനീഷ്യലി എന്താണ്, ഈ വേരിയബിൾ ഇൻപുട്ട് കൂടുതൽ യൂസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് വേരിയബിൾ ഇൻപുട്ടുകൾ യൂസ് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് അവിടെ എന്താണ്, ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ ഉണ്ടാകുന്നു. അപ്പം ഈ ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ ആണ് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നത്, ഈ രണ്ടാമത്തെ സ്റ്റേജിൽ ഇതിനെ സ്ലോലി റൈസ് ചെയ്യാൻ ചെയ്യുന്നത് അല്ലെ. കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ എന്തായിരിക്കും, കോസ്റ്റ് വളരെ സ്ലോ ആയിട്ട് മാത്രമേ ഇൻക്രീസ് ചെയ്യത്തുള്ളൂ. പക്ഷെ ആദ്യ സമയങ്ങളിൽ വളരെ ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്തു. അത് ഇൻഎഫിഷ്യൻസീസും സെറ്റ് ഓഫ് കോസ്റ്റ് മൂലമാണ്. ദെൻ അതിനുശേഷം ലാസ്റ്റ് പാർട്ട് ആകുമ്പോൾ എന്താണ്, അഗെയിൻ ഫാസ്റ്റർ ആയിട്ട് അത് ഇൻക്രീസ് ചെയ്യാൻ ചെയ്യുന്നു. ഇവൻച്വലി TVC റൈസ് ഫാസ്റ്റർ അഗെയിൻ ഡ്യൂ ടു ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺസ്. അപ്പം അവസാനം എന്താണ്, ഇത് വളരെ ഫാസ്റ്റർ ആയിട്ട് റൈസ് ചെയ്യാൻ ചെയ്യുന്നു. അതിനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺസ് ആണ്. അപ്പം ഇങ്ങനെ 3 സ്റ്റേജസ് ആണ് ഈ TVCക്ക് ഈ ഒരു പർട്ടിക്കുലർ ഷേപ്പ് വരാനുള്ള റീസൺ എന്ന് പറയുന്നത്. അപ്പൊ ഇനിഷ്യലി വളരെ ഷാർപ്ലി ഇൻക്രീസ് ചെയ്യുന്നു, ദെൻ സ്ലോ ഡൗൺ ചെയ്യുന്നു, അഗെയിൻ ഷാർപ്ലി റൈസ് ചെയ്യുന്നു. ഇനിഷ്യലി ഷാർപ്ലി ഇൻക്രീസ് ചെയ്യുന്നുള്ള മേജർ റീസൺ ഇൻഎഫിഷ്യൻസീസും അതുപോലെ തന്നെ ഈ പറയുന്ന ഏതാണ്, സെറ്റപ്പ് കോസ്റ്റും ആണ്. ദെൻ സ്ലോ ഡൗൺ ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇൻക്രീസിംഗ് റിട്ടേൺസ് ആണ്, വേരിയബിൾ ഇൻപുട്ട്. ദെൻ അതിനുശേഷം ഷാർപ്ലി റൈസ് ചെയ്യുന്നത് ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺസ് ആണ്. അപ്പം ഇതാണ് TVCയുടെ ഷേപ്പ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. TFC എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ ലൈനാണ്, TVC എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ്ലി ഷേപ്പ് ആണ്, പോസിറ്റീവ്ലി റൈസ് ചെയ്യുന്ന ഷേപ്പ് ആണ്. അപ്പൊ നമുക്കറിയാവുന്ന പോലെ ടോട്ടൽ കോസ്റ്റ് കർവിൽ എന്തൊക്കെയുണ്ട്, ഈ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ഉണ്ട്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ഉണ്ട്. ഈ TFC എന്ന് പറയുന്നത് എല്ലാ ലെവൽ ഓഫ് ഔട്ട്പുട്ടിലും എന്താണ്, കോൺസ്റ്റന്റ് ആണ്. Therefore TC increases with output following the shape of TVC curve but starting higher due to fixed cost. അതായത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു TFC എന്ന് പറയുന്നത് എന്താണ്, ഹൊറിസോണ്ടൽ ലൈൻ ആണെന്ന് പറഞ്ഞു. TVC എന്ന് പറയുന്നത് എന്താണ്, പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആണെന്ന് പറഞ്ഞു. TC എന്ന് പറയുന്നത് എന്താ, എഗെയിൻ സെയിം ഷേപ്പ് ആണ്. TVCയുടെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന്റെ അതേ ഷേപ്പ് തന്നെയാണ് എന്തിനും വരുന്നത്, TCക്കും വരിക, ടോട്ടൽ കോസ്റ്റ് വരിക. അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ടോട്ടൽ കോസ്റ്റ് കർവിന് ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന് അതേ ഷേപ്പ് വരാനുള്ള റീസൺ നമ്മൾ പറയുന്നത്, നമുക്കറിയാം ഔട്ട്പുട്ട് 0 ആകുന്ന ലെവലില് എന്തായിരിക്കും, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനോട് ഈക്വൽ ആയിരിക്കും ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റ് വേരി ചെയ്യുന്നതനുസരിച്ചാണ് ടോട്ടൽ കോസ്റ്റും ചേഞ്ച് ചെയ്യുക. അപ്പം ഇത് രണ്ടും ചേഞ്ച് ചെയ്തതായ TFCയും TVCയും ചേരുന്നതായതുകൊണ്ട് ടോട്ടൽ കോസ്റ്റ് കർവിന്റെ ഷേപ്പ് എന്ത് തന്നെയാണ്, TVCയുടെ തന്നെയാണ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കർവിന്റെ ഷേപ്പ് തന്നെയാണ്. പക്ഷേ ഇത് 0യിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുക. TC ടോട്ടൽ കോസ്റ്റ് കർവ് സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴും എവിടെ നിന്നായിരിക്കും, കുറച്ചുകൂടെ ഹയർ പൊസിഷനിലായിരിക്കും. കാരണം അവിടെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഉള്ളത് കൊണ്ട് അത് ഒരിക്കലും 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യത്തില്ല. ടോട്ടൽ കോസ്റ്റ് അതിനും ഒരു ഹയർ ലെവലിൽ നിന്ന് അല്ലെങ്കിൽ TFCയുടെ ലെവലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ക്ലിയർ ആണോ? അപ്പം ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് TFCയുടെ ഷേപ്പ് എന്താണ്, TVCയുടെ ഷേപ്പ് ആണ്, എന്താണ്, TCയുടെ ഷേപ്പ് ആണ്. അപ്പം ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് TFCയും TVCയും ചേരുന്നതാണ്. TFC എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ലൈൻ ആണ്, TVC എന്ന് പറയുന്നത് പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആണ്. TVCയുടെ അതേ ഷേപ്പ് തന്നെയാണ് എന്തിനു വരുന്നത്, ടോട്ടൽ കോസ്റ്റും വരിക. പക്ഷെ അത് ബിഗിൻ ചെയ്യുന്നത് ഒരു ഹയർ ലെവൽ ഓഫ് TFCയുടെ ആ ഒരു റേഞ്ചിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു ഹയർ ലെവലിൽ നിന്നായിരിക്കും TC സ്റ്റാർട്ട് ചെയ്യുക. ക്ലിയർ ആണോ പറഞ്ഞത്? ദെൻ അതുപോലെ തന്നെ ഇനി നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എങ്ങനെയാ കണ്ടുപിടിക്കുക എന്നുള്ള. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് OQ എന്ന് പറയുന്ന ഔട്ട്പുട്ട് എടുക്കാം. OQ എന്ന് പറയുന്ന ഔട്ട്പുട്ടില് ഈ പറയുന്ന ടോട്ടൽ വേരിയബിൾ കോസ്റ്റിനെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, GQ മൈനസ് MQ. അതായത് GQ എന്ന് പറയുന്നത് എന്താ, GQ എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ്, ടോട്ടൽ കോസ്റ്റും ഈ X ആക്സും തമ്മിലുള്ള മുഴുവൻ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, GQ എന്ന് വിളിക്കുക. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റാ കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ മതി. MQ എന്ന് പറയുന്ന ഈ ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ മിച്ചം വരുന്നത് എന്താണ്, GM എന്ന് പറയുന്നതാണ് അവിടുത്തെ എന്ത്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയും. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ ഔട്ട്പുട്ടോ,
ഒ ആർ എന്ന് പറയുന്ന ഔട്ട്പുട്ട് ലെവലില് ഇവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ? HR എന്ന് പറയുന്നതാണ് ടോട്ടൽ ഡിസ്റ്റൻസ്. ഈ HR നിന്ന് ഏതാണ്? NR നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ എന്താണ്? HN കിട്ടും. ഈ HN ആണ് ഇവിടുത്തെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. അതായത് നിങ്ങൾ വളരെ സിമ്പിൾ ആണ്. ഇവിടെ നോക്കുക, ഇവിടെ നിങ്ങൾക്ക് എന്താണ് TVC കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. TVC കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? അതായത് OR എന്ന് പറയുന്ന ഔട്ട്പുട്ട് ലെവലില് ഇവിടുത്തെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? HR ആണ് ടോട്ടൽ കോസ്റ്റ്. അതായത് എക്സ് ആക്സിൽ നിന്ന് ഇവിടം വരെയുള്ളതാണ് ടോട്ടൽ കോസ്റ്റ്. ഈ ടോട്ടൽ കോസ്റ്റിൽ നിന്ന് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എത്രയായിരിക്കും? ഈ NR ആണ് അവിടുത്തെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. മിച്ചമുള്ള NH അല്ലെങ്കിൽ HN എന്ന് പറയുന്നതാണ് അവിടുത്തെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ഇനി നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ ഈ രണ്ട് ലൈൻസ് തമ്മിലുള്ള ഈ ഗ്യാപ്പ് ആണ് അവിടുത്തെ ഫിക്സഡ് കോസ്റ്റിനെ കാണിക്കുക. TCയും TVCയും തമ്മിലുള്ള ഈ ഒരു ഡിഫറൻസ് ഇല്ലേ, TCയും TVCയും തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കിട്ടും. ആ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും, വേരി ചെയ്യത്തില്ല. അപ്പം നിങ്ങൾക്ക് കർവുകൾ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ റിലേഷൻഷിപ്പ് പറഞ്ഞിരിക്കുക. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ലൈൻ ആണ്. TVC എന്ന് പറയുന്ന അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. TC എന്ന് പറയുന്നതും TVCയുടെ അതേ ഷേപ്പ് ആണ്. പക്ഷെ TVC തുടങ്ങുന്ന പോലെ സീറോയിൽ നിന്ന് ഒരിക്കലും എന്ത് തുടങ്ങില്ല? TC തുടങ്ങില്ല, ടോട്ടൽ കോസ്റ്റ് തുടങ്ങില്ല. ഫിക്സഡ് കോസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഹയർ പൊസിഷനെ TC എന്ത് ചെയ്യത്തുള്ളൂ? ബിഗിൻ ചെയ്യത്തുള്ളൂ. പക്ഷെ അതിന് ഏത് ഷേപ്പാണ്? TVCയുടെ അതേ ഷേപ്പാണ് അവിടെ കാണിക്കുക. ക്ലിയർ ആണോ പറഞ്ഞേ? അപ്പൊ ഇവിടെ സ്പെസിഫിക്കലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരേ ഒരു കാര്യം മാത്രമാണ് ഇവിടെ ഈ പറയുന്ന ഗ്യാപ്പുകൾ എന്താണെന്നുള്ളതാ. അതായത് നമുക്കറിയാം OQ എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട്. ഈ OQ എന്ന് പറയുന്ന ഔട്ട്പുട്ടില് ഇവിടുത്തെ ടോട്ടൽ കോസ്റ്റ് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ GQ എന്ന് പറയുന്നതാണ് അവിടുത്തെ ടോട്ടൽ കോസ്റ്റ്. അതായത് ഈ എക്സ് ആക്സിൽ നിന്ന് TC വരെ ടോട്ടൽ കോസ്റ്റ് കർവ് വരെയുള്ള ആ ഡിസ്റ്റൻസ് ആണ്. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് ഇവിടുത്തെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എത്രയാന്ന് ചോദിക്കുക. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ? ഇവിടെ നിന്ന് ഫിക്സഡ് കോസ്റ്റിനെ കുറച്ചാൽ പോരെ. അതായത് നമ്മൾ നോക്കിയ QM അല്ലെങ്കിൽ MQ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഫിക്സഡ് കോസ്റ്റ്. അതിനെ കുറച്ച് കഴിഞ്ഞാൽ മിച്ചമുള്ളത് എത്രയാണ്? GM എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് ആണ് അവിടുത്തെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ഇനി OR എന്ന് പറയുന്ന ഔട്ട്പുട്ടില് ഇവിടുത്തെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് HR ആണ്. ഈ മുഴുവൻ ഇതാണ് HR ആണ് ഇവിടുത്തെ ടോട്ടൽ കോസ്റ്റ്. നിങ്ങളോട് ചോദിക്കുക ഇവിടുത്തെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഈ HR ൽ നിന്ന് NR ആ ഫിക്സഡ് കോസ്റ്റിനെ കുറച്ച് കഴിഞ്ഞാൽ മിച്ചമുള്ള HN ആണ് അവിടുത്തെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ഇനി അതുപോലെ തന്നെ ഈ ടോട്ടൽ കോസ്റ്റ് കർവും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും തമ്മിലുള്ള ഈ ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസിനെയാണ് യൂഷ്വലി ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. ഇതെന്താ? സെയിം ആണ്. ഇവിടെ നോക്കുക, ഈ ഗ്യാപ്പ് കൃത്യമല്ലേ? ഒരു പാരലായിട്ട് തന്നെയല്ലേ, കൃത്യം ലൈൻ ആയിട്ടാ പോകുന്നത്. അതായത് ഈ ഫിക്സഡ് കോസ്റ്റ് എല്ലാ ഔട്ട്പുട്ട് ലെവലിലും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാ കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ മൂന്ന് കർവുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിഞ്ഞിരിക്കുക. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് സ്പെസിഫിക്കലി നിങ്ങൾക്ക് എടുത്തു തന്നിരിക്കുന്നത്. പ്രീവിയസ് ഇയറിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് സ്പെസിഫിക്കലി നമ്മൾ അതിനെ എടുത്ത് പഠിച്ചിരിക്കുന്നത്. അപ്പം ഈ ഗ്യാപ്പ് നിങ്ങൾ നോക്കിയാൽ കൃത്യമല്ലേ? സെയിം ഗ്യാപ്പ് അല്ലേ ഇവിടെ എല്ലാം കാണിച്ചത്? അതെന്താ? ഫിക്സഡ് കോസ്റ്റ് സെയിം ആണെന്നുള്ള ആ ഒരു മീനിങ് ആണ് അവിടെ വരിക. ഓക്കെ, ദെൻ ഷോർട്ട് റൺ കോസ്റ്റ് കർവിലേക്ക് സെപ്പറേറ്റ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് കർവ് കണ്ടു, അവിടെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കണ്ടു. ഇനി പെർ യൂണിറ്റ് കോസ്റ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവാ. പെർ യൂണിറ്റ് കോസ്റ്റ് അല്ലെ? അപ്പൊ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആവറേജ്. അപ്പൊ ടോട്ടലിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ടു ഫൈൻഡ് ഔട്ട് ദ പെർ യൂണിറ്റ് പ്രോഫിറ്റ്, ദ ഫേംസ് ഹാസ് ടു കമ്പയർ ദ പെർ യൂണിറ്റ് കോസ്റ്റ് with the per unit price. Therefore, it is necessary for us to understand the concept of average fixed cost and average variable cost and average total cost. But total cost നമ്മൾ കണ്ടു, total fixed cost കണ്ടു, total വേരിയബിൾ കോസ്റ്റ് കണ്ടു. ഇനി എന്താണ്? പെർ യൂണിറ്റ് കോസ്റ്റിലേക്ക് പോവാണ്. അപ്പൊ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എന്തൊക്കെയാണ്? ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ആവറേജ് ടോട്ടൽ കോസ്റ്റ്. ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. ദ ഫേം ഹൂസ് ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻക്ലൂഡ് എ സിഗ്നിഫിക്കന്റ് പ്രൊപ്പോർഷൻ ഓഫ് ഫിക്സഡ് കോസ്റ്റ് ജനറലി എയിം ടു ഇൻക്രീസ് ദെയർ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. This strategy help in reducing the per unit fixed cost.
വിച്ച് ഈസ് കോമൺലി റെഫേർഡ് ടു ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. അപ്പം ഇവിടെ നോക്കുക, ഈ ഒരു ഫേമിനെ അപേക്ഷിച്ച് അവരുടെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റില് എന്താണ് ഒരു സെർട്ടൈൻ എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ് ഫിക്സഡ് കോസ്റ്റ് ആണ്. അപ്പം ഈ ഫിക്സഡ് കോസ്റ്റുകളെ പെർ യൂണിറ്റില് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഇവിടെ ഈ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് നമ്മൾ കാണിക്കുക. ദ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദി ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ബൈ ദി ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അപ്പം ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടിന്റെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കിട്ടും. അതായത് നമ്മുടെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കിട്ടും. അതായത് ഒരു പെർ യൂണിറ്റ് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിനുള്ള ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്, പെർ യൂണിറ്റ് കോസ്റ്റ് ആണ്. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റിനെയാണ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് വിളിക്കുക. അപ്പം ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, AFC, അതായത് ആവറേജ് ഫിക്സഡ് കോസ്റ്റിനെ നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ എന്താണ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്നുള്ളതാ. അപ്പൊ ഇവിടെ നോക്കുക, ആവറേജ് ഫിക്സഡ് കോസ്റ്റിന്റെ ഒരു ടേബിൾ തന്നിരിക്കുന്നത്. ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ആണ് ആദ്യത്തെ ടേബിളിൽ, രണ്ടാമത് ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, മൂന്നാമത് ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ദെൻ ആവറേജ് ടോട്ടൽ കോസ്റ്റ്. അപ്പൊ ഇവിടെ നോക്കുക, ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, അതായത് നമ്മൾ നേരത്തെ കണ്ട 240 എന്ന് പറയുന്നതാണ് അവിടുത്തെ ആവറേജ് ഫിക്സഡ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ കോസ്റ്റ് അല്ലെ, നമ്മൾ 240 എന്ന് പറയുന്നതാണ് ടോട്ടൽ കോസ്റ്റ്. TFC എന്ന് പറയുന്നത് 240 ആണ്. അപ്പൊ TFC ഏത് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണെങ്കിലും TFCക്ക് ചേഞ്ച് വരില്ല, അതല്ലേ നമ്മൾ നേരത്തെ പഠിച്ചത്. പക്ഷെ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവ് എന്ത് ചെയ്യും, ഓരോ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചും റെഡ്യൂസ് ചെയ്യും. അതായത് 240നെ ഫസ്റ്റ് ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 240 തന്നെയാണ്. ദെൻ രണ്ടാമതൊരു ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് രണ്ട് ഔട്ട്പുട്ടിനൂടെയാണ് നിങ്ങൾക്ക് അവിടുത്തെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 240. അതായത് ഒരു പ്രൊഡക്റ്റിന് 220 ആയിരിക്കും അവിടുത്തെ ഫിക്സഡ് കോസ്റ്റ്, അതായത് ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. അപ്പൊ ഈ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്താ, ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് റെഡ്യൂസ് ചെയ്യുന്നു. അപ്പം ആവറേജ് കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിക്രീസിങ് കർവ് ആയിരിക്കും. വളരെ സിമ്പിൾ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്ന നോക്കുക, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവിന്റെ ഷേപ്പ് എന്തായിരിക്കും, ഈ പറയുന്ന പോലെ ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ്. അതായത് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അവിടുത്തെ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നു. പക്ഷെ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവ് പോലെ അല്ല എന്ത് വരുന്നത്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കർവ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കർവ് എന്തായിരിക്കും, ഹൊറിസോണ്ടൽ ആയിരിക്കും. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ദെൻ അതുപോലെ തന്നെ ആവറേജ് വേരിയബിൾ കോസ്റ്റിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുക. ആവറേജ് വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി, TVC ഡിവൈഡ് ബൈ Q ചെയ്താൽ മതി. ടോട്ടൽ വേരിയബിൾ കോസ്റ്റിനെ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആവറേജ് വേരിയബിൾ കോസ്റ്റ് കിട്ടും. ദെൻ ടോട്ടൽ കോസ്റ്റിനെ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് ടോട്ടൽ കോസ്റ്റും കിട്ടും. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഇനി പഠിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, AFC ആണ്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ആണ്. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് TFC ഡിവൈഡ് ബൈ Q ആണ്. അപ്പം ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്താണ്, റെഡ്യൂസ് ചെയ്യും. പക്ഷെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്താലും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഒരിക്കലും റെഡ്യൂസ് ചെയ്യില്ല. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആ ടേബിളിനെ കുറിച്ചാണ് ഇവിടെ എക്സ്പ്ലനേഷൻ തന്നിരിക്കുന്നത്. അപ്പം ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവിന്റെ ഷേപ്പ് അറിഞ്ഞിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഷേപ്പ് എന്ന് പറഞ്ഞത് ഒരു നെഗറ്റീവ്ലി സ്ലോപ്ഡ് ഷേപ്പ് ആണ്. ആ ഷേപ്പ് അറിഞ്ഞിരിക്കുക. ദ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവ് ഈസ് rectangular hyperbola because multiplication of average fixed cost with the quantity of output produced always yield the fixed value. The area under the curve is always same and is equal to the total fixed cost. അപ്പം ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോള ആണ് ഈ പറയുന്ന ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവിന്റെ ഷേപ്പ്. അപ്പൊ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവിന്റെ ഷേപ്പ് എന്താണ്, റെക്ടാങ്കുലർ ഹൈപ്പർബോള. ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോളിക് ഷേപ്പ് ആണ് എന്തിനു വരിക, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവിന് വരിക. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ആ ഷേപ്പ് ഓർത്തിരിക്കുക. റെക്ടാങ്കുലർ ഹൈപ്പർബോളിക് ഷേപ്പ് ആണ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവിന് പറയാം. ഇനി അതുപോലെ തന്നെ നമ്മൾ എന്താണ്, ഈ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവ് എന്താണ്, അസിംപ്റ്റോട്ടിക് ആണെന്ന് നമ്മൾ പറയാറുണ്ട്. എന്താണ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവ്, അസിംപ്റ്റോട്ടിക് ആണ്. എന്താണ് ഈ അസിംപ്റ്റോട്ടിക് എന്നുള്ളത്, as the output increases average fixed cost approaches zero but never reaches it, making the AFC curve asymptotic to the horizontal axis which is quantity axis. അതായത് ഇവിടെ നോക്കാം, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ആവറേജ്
ഫിക്സഡ് കോസ്റ്റ് കർവ് എന്താണ്? ഈ താഴേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഈ താഴേക്ക് വരുമ്പോൾ താഴേക്ക് വന്ന് ഇതെന്താണ്? സീറോയിലേക്ക് അടുക്കുന്നതായിട്ട് നമുക്ക് തോന്നാം. പക്ഷെ ഒരിക്കലും ഇത് സീറോ ആയതില്ല. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവ് എന്താ ഒരിക്കലും സീറോ ആകില്ല. ഇത് ഇൻഫിനിറ്റ്ലി ഇങ്ങനെ നീണ്ടുപോകും. അപ്പൊ ഇതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുക? അസിംപ്റ്റോട്ടിക് എന്ന് വിളിക്കുക. അപ്പം ഏത് ആക്സിസിനോടാ? ഔട്ട്പുട്ട് ആക്സിസിനോട്. ഔട്ട്പുട്ട് കോസ്റ്റ് ആക്സിസിനോടല്ല, ഔട്ട്പുട്ട് ആക്സിസിനോട് AFC എന്ന് പറയുന്നത് എന്താണ്? അസിംപ്റ്റോട്ടിക് ആണെന്ന് നമ്മൾ പറയും. അതായത് ഇവിടെ ഒരിക്കലും ഈ AFC കർവ് വന്ന എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യോ അതിനെ ക്രോസ് ചെയ്യുകയോ പോലും ചെയ്യില്ല. അതൊരിക്കലും ചെയ്യത്തില്ല. ഇതുപോലെ ഈ എക്സ് ആക്സിനെ ടച്ച് ചെയ്യാതെ അതിനോട് അടുത്തടുത്ത് വരും, ഇൻഫിനിറ്റ്ലി ഇങ്ങനെ നീണ്ടുപോകും. അപ്പൊ ഇതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുക? അസിംപ്റ്റോട്ടിക് എന്ന് വിളിക്കുക. അപ്പം ഹൊറിസോണ്ടൽ ആക്സിസിനോട് ഈ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് അസിംപ്റ്റോട്ടിക് ആണ്. അതുപോലെ തന്നെ അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ ഷേപ്പുകൾ ഓർത്തിരിക്കുക. നമ്മള് TFC കണ്ടു. TFC എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആണ്. TVC എന്ന് പറയുന്നത് ഇൻക്രീസിംഗ് ആണ് നമ്മൾ കണ്ടു. ദെൻ AFC ഇപ്പൊ കണ്ടു, ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്താണ്? റെക്ടാങ്കുലർ ഹൈപ്പർബോളിക് ആണ്. ദെൻ അതുപോലെ തന്നെ എന്താ? അസിംപ്റ്റോട്ടിക് ടു ദി ക്വാണ്ടിറ്റി ആക്സിസ് ആണ്. ഹൊറിസോണ്ടൽ ആക്സിസിനോട് അസിംപ്റ്റോട്ടിക് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആണ്. അപ്പം ആവറേജ് വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൽ നിന്ന് ക്വാണ്ടിറ്റി ഡിവൈഡ് ചെയ്താൽ, ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൽ നിന്ന് ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് വേരിയബിൾ കോസ്റ്റ് കിട്ടും. ഇതും എന്താ? പെർ യൂണിറ്റ് കോസ്റ്റാ. അതായത് പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റിനെയാണ് നമ്മൾ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കുക. In fact, the average variable cost curve give us the same information in the money term that we obtained from the average product curve of the variable factor in physical terms. With an increase in the amount of variable factor, the efficiency in production increases and the average variable cost decline. If the average productivity remain constant, average variable cost will also remain constant. If it decline, average variable cost ഇൻക്രീസസ്. അതായത് നമുക്കറിയാം, നമ്മൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ പഠിച്ച സമയത്ത്, നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പഠിച്ച സമയത്ത് ഇവിടെ ആവറേജ് പ്രൊഡക്റ്റ് കർവ് നമ്മൾ കണ്ടായിരുന്നു അല്ലെ? ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് ഈ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിലെ 3 സ്റ്റേജസ് ആണ്. അതിൽ നമ്മൾ ആവറേജ് പ്രൊഡക്റ്റ് കർവിനെ കണ്ടായിരുന്നു. ഈ ആവറേജ് പ്രൊഡക്റ്റ് കർവിന്റെ ഒരെന്താണ്? റെസിപ്രോക്കൽ ആണ് ആക്ച്വലി എന്ത്? ആവറേജ് വേരിയബിൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അനുസരിച്ച് റെഡ്യൂസ് ചെയ്യുന്നു, കാരണം കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് പ്രൊഡക്ഷൻ നടക്കുന്നു. ഇനി ആവറേജ് പ്രൊഡക്ടിവിറ്റി കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ആവറേജ് കോസ്റ്റും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി ആവറേജ് പ്രൊഡക്റ്റ് ഡിക്ലൈൻ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആവറേജ് വേരിയബിൾ കോസ്റ്റും എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. അതായത് ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് പ്രൊഡക്റ്റ് കർവിന്റെ ഒരു റെസിപ്രോക്കൽ ആണെന്ന് പറയുന്നത്. ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവ് ഈസ് റെസിപ്രോക്കൽ ഓഫ് ദി ആവറേജ് വേരിയബിൾ പ്രൊഡക്റ്റ് കർവ്. അതായത് നമ്മള് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ പഠിച്ച സമയത്ത്, അതായത് നമുക്ക് ഇവിടെ നോക്കാം, ഫസ്റ്റ് സ്റ്റേജിൽ എന്താണ്? ആവറേജ് പ്രൊഡക്റ്റ് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. അതായത് എഫിഷ്യൻസി കൂടുകയാണ്. അപ്പൊ എഫിഷ്യൻസി കൂടി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അവിടെ എന്താ സംഭവിക്കുക? ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യുന്നു. റെഡ്യൂസ് ചെയ്ത് ദെൻ ആവറേജ് പ്രൊഡക്ടിവിറ്റി ഡിക്രീസ് ചെയ്യാൻ തുടങ്ങുന്ന എപ്പോഴാണ്? ഇൻഎഫിഷ്യൻസീസ് വരുന്ന സമയത്ത്. അപ്പൊ ആവറേജ് കോസ്റ്റ് എന്തായിരിക്കും? ഇൻക്രീസ് ചെയ്യുന്നു. അപ്പം ഈ ആവറേജ് പ്രൊഡക്റ്റ് കർവിന്റെ ഒരു റെസിപ്രോക്കൽ ആണ് ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ആ കോസ്റ്റ് കർവ്, ആവറേജ് പ്രൊഡക്റ്റ് കർവിനെ തിരിച്ചു വെച്ചാൽ മതി. അപ്പൊ എന്ത്? ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവ്. അപ്പൊ ഒരു യു ഷേപ്ഡ് ആണ് അവിടുത്തെ എന്ത് വരുന്നത്? ആവറേജ് വേരിയബിൾ കോസ്റ്റ് വരിക. അപ്പൊ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്. ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് യു ഷേപ്പ് ആണ് വന്നിരിക്കുന്നത്. ഈ രണ്ട് കർവുകളും ഇമ്പോർട്ടന്റ് ആണ്. ദെൻ TFC ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഹൊറിസോണ്ടൽ ആണ് കണ്ടു,
ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് നമ്മൾ ഇൻക്രീസിംഗ് ആയിട്ട് നമ്മൾ കണ്ടു. ഇങ്ങനെ 4 കർവുകൾ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ പറയുന്ന ടേബിൾസിന്റെ നമ്മൾ നേരത്തെ ഈ ടേബിളിൽ നമ്മൾ കാണിച്ചിരിക്കുന്നില്ലേ, അപ്പൊ ഈ ടേബിൾ നിങ്ങൾ നോക്കുക. ഏതാണ് TVC ഡിവൈഡ് ബൈ Q. അതായത് ഇവിടെ 120 ആയിരുന്നു ഇനിഷ്യലി ഉണ്ടായിരുന്ന ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ഒരു ഔട്ട്പുട്ട് ആകുമ്പോൾ അത് തന്നെയാണ്. ദെൻ 2 ഔട്ട്പുട്ടില് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 160 ആണ്. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 80 ആവും. അപ്പം ഇവിടെ ഇനിഷ്യലി ഈ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. പക്ഷെ അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ ഇനിഷ്യലി ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഡിക്രീസ് ചെയ്യും, ദെൻ മിനിമം ആവും, ദെൻ അഗെയിൻ ഇൻക്രീസ് ആവും. അപ്പൊ എന്താ, ഒരു യു ഷേപ്പ് ആ വന്നിരിക്കുന്നത്. പക്ഷെ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് അങ്ങനെയല്ലായിരുന്നു. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്താണ്? ഡിക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത് പിന്നെ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണിച്ചിട്ടില്ല. പക്ഷെ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യുന്നു? ഇനിഷ്യലി ഡിക്രീസ് ചെയ്യുന്നു, ദെൻ അത് ഇൻക്രീസ് ചെയ്യുന്നു. അവസാനം ആയപ്പോ കണ്ടോ 56 നിന്ന് 70 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ക്ലിയർ ആയോ? അപ്പം ഒരു യു ഷേപ്പ് ആണ് ആവറേജ് വേരിയബിൾ കോസ്റ്റിന് വരിക. പക്ഷെ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡിക്രീസിങ് ആണ്. എന്താണ്? ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോളിക് ഷേപ്പ് ആണ് അതിന് വരിക. ദെൻ ഏറ്റവും അവസാനം എന്താണ്? ആവറേജ് ടോട്ടൽ കോസ്റ്റ്. ഈ ആവറേജ് ഫിക്സഡ് കോസ്റ്റും ആവറേജ് വേരിയബിൾ കോസ്റ്റോടെ ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ആവറേജ് ടോട്ടൽ കോസ്റ്റ് ഉണ്ടാകുക. The average total cost is known as the average total cost is known as the average cost. To find out the average cost, we divide total cost by the output. The form of formula is AC or ATC. രണ്ട് രീതിയിലും വിളിക്കാം. ആവറേജ് കോസ്റ്റ് അല്ലെങ്കിൽ ആവറേജ് ടോട്ടൽ കോസ്റ്റ് എന്ന് വിളിക്കാം. ഇത് കണ്ടുപിടിക്കണേ ടോട്ടൽ കോസ്റ്റ് കർവിനെ എന്ത് ചെയ്താൽ മതി? ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് നേരത്തെ കിട്ടിയ ആവറേജ് വേരിയബിൾ കോസ്റ്റ് പ്ലസ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ആവറേജ് കോസ്റ്റ് അല്ലെങ്കിൽ ആവറേജ് ടോട്ടൽ കോസ്റ്റ് കിട്ടും. അതെ, ഇതെന്താണ്? ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ആണ് പ്ലസ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ഇത് രണ്ടും കൂടെ സം ചെയ്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും? ആവറേജ് ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പക്ഷെ ആവറേജ് ടോട്ടൽ കോസ്റ്റിന്റെ ഷേപ്പ് എന്ത് തന്നെയാ? ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവ് പോലെ തന്നെ എന്താണ്? ഒരു യു ഷേപ്ഡ് ആണ് ആവറേജ് കോസ്റ്റ് കർവ് വരിക. അപ്പൊ ആവറേജ് കോസ്റ്റ് കർവ് ഇവിടെ നോക്കുക. പെർ യൂണിറ്റ് കോസ്റ്റ് ആണ്. ഇനിഷ്യലി ഇത് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ഡിക്രീസ് ചെയ്ത് മിനിമം പോയിന്റ് വരുന്നു. മിനിമം പോയിന്റിൽ നിന്ന് പിന്നീട് എന്ത് ചെയ്യുന്നു? ഇത് റൈസ് ചെയ്യുന്നു. അപ്പം 3 പൊസിഷൻസ് ഉണ്ട്. ആവറേജ് ടോട്ടൽ കോസ്റ്റിന് ഇനിഷ്യലി ഡിക്രീസ് ചെയ്യുന്നു, ദെൻ അത് മിനിമം വരുന്നു, ദെൻ മിനിമത്തിൽ നിന്ന് പിന്നീട് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കോസ്റ്റ് കുറയുവാണ് അല്ലെ. അപ്പൊ ഇനിഷ്യലി ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് കോസ്റ്റുകൾ കുറയുന്നു, ദെൻ ഏറ്റവും മിനിമം കോസ്റ്റിൽ എത്തുന്നു. അതിനുശേഷം ഇൻഎഫിഷ്യൻസീസ് കാരണം ആവറേജ് കോസ്റ്റ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അപ്പം ഇതുപോലെ ഒരു ഷേപ്പ് ആണ് അല്ലെങ്കിൽ ഒരു യു ഷേപ്ഡ് കർവ് ആണ് ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവ് വരിക. അപ്പൊ ആവറേജ് വേരിയബിൾ കോസ്റ്റും ആവറേജ് ടോട്ടൽ കോസ്റ്റും എന്താണ്? യു ഷേപ്ഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. The average total cost curve is U-shaped because initially average total cost fall due to increasing returns from the better use of invisible resources and specialization, lowering average fixed and variable cost. At the optimum output, average total cost is minimized as resources are fully utilized efficiently. Beyond this, diminishing returns kick in as variable input, overuse fixed resources, rising average variable cost and thus ATC, average total cost. അപ്പൊ 3 സിറ്റുവേഷൻ അല്ലെങ്കിൽ 3 റേഞ്ചസ് ആണ്. ഒരു നെഗറ്റീവ്ലി സ്ലോപ്ഡ് റേഞ്ച് ഉണ്ട്, ഒരു ഏതാണ് മിനിമം പോയിന്റ് ഉണ്ട്. ഇവിടുത്തെ എന്താ? ഇവിടെ നെഗറ്റീവ്ലി സ്ലോപ്ഡ്, നെഗറ്റീവ് ആണ് ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇവിടെ എസ് എന്ന് പറയുന്ന പോയിന്റ് ആകുമ്പോൾ അവിടുത്തെ സ്ലോപ്പ് 0 ആകുന്നു, ദെൻ ഇവിടുത്തെ സ്ലോപ്പ് പോസിറ്റീവ് ആകുന്നതാണ് ഈ മുകളിലോട്ട് വരുന്ന കാര്യം. അപ്പം ഇനിഷ്യലി ഒരു പ്രൊഡക്ഷൻ റൈസ് ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അവിടുത്തെ എന്താ? ആവറേജ് ഫിക്സഡ് കോസ്റ്റും ആവറേജ് വേരിയബിൾ കോസ്റ്റും എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ATC എന്ത് ചെയ്യുന്നത്? താഴേക്ക് വരുന്നത്. ദെൻ ഏറ്റവും മിനിമം പോയിന്റിൽ എത്തുന്നു. മിനിമം പോയിന്റിന് ശേഷം ഡിമിനിഷിംഗ് റിട്ടേൺസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ആവറേജ് ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റ് കർവ് എന്ത് ചെയ്യുന്നു? റൈസ് ചെയ്യാൻ തുടങ്ങുന്നു. ഇങ്ങനെ 3 പൊസിഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ദി ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവ് ഈസ് ഡിറൈവ്ഡ് ഫ്രം TC, ടോട്ടൽ കോസ്റ്റ് കർവിൽ നിന്നാണ് ATC നെ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ദെൻ ദ യു ഷേപ്പ് ഓഫ് ATC കർവ് ഈസ് ഡിറൈവ്ഡ് ബൈ ദി ഇന്റർപ്ലേ ഓഫ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് ദി ആവറേജ് വേരിയബിൾ കോസ്റ്റ്. അപ്പം യു ഷേപ്പ് ഉണ്ടാകാനുള്ള റീസൺ എന്തുകൊണ്ടാണ്?
ഈ പറയുന്ന ആവറേജ് ഫിക്സഡ് കോസ്റ്റും ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവിന്റെയും റീസൺ ആണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഇല്ലേ, ആ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ആണ് ഇതിന്റെ റീസൺ ആകുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഇനീഷ്യലി നെഗറ്റീവ്ലി സ്ലോപ്ഡ് വരുന്ന പൊസിഷൻ എന്താ, ആവറേജ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യുക, അതായത് പ്രൊഡക്ഷനിൽ നമുക്ക് കൂടുതൽ എഫിഷ്യന്റ് ആവുക. ഔട്ട്പുട്ട് റൈസ് ചെയ്യുന്ന സമയത്ത് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവും ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവും കുറയുന്നു. അങ്ങനെ കുറഞ്ഞ് എന്താ ടോട്ടൽ കോസ്റ്റ് കർവ്, ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവും കുറയുന്നു. ദെൻ ഏറ്റവും മിനിമം വരുന്നു. ഈ മിനിമം വന്നു കഴിയുമ്പോൾ നമുക്കറിയാം ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ത് ചെയ്യുന്നില്ല, പിന്നീട് റൈസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണിച്ചില്ല. പക്ഷെ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, റൈസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ആവറേജ് വേരിയബിൾ കോസ്റ്റ് റൈസ് ചെയ്യുന്നതുകൊണ്ട് ATCയും എന്ത് ചെയ്യുന്നു, റൈസ് ചെയ്യുന്നു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതാണ്, AFC always decline as the output increases, but AVC eventually rise due to diminishing returns, pulling ATC upward after the minimum point. The concept ties into the law of variable proportion, which explain how output changes as one input is varied while others are fixed. അപ്പം ഇവിടെ നമ്മൾ പഠിച്ച എല്ലാ കർവുകളും MC ഒഴികെ ബാക്കി എല്ലാ കർവുകളും തന്നിട്ടുണ്ട്. AFC തന്നു, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്താണ്, റെക്ടാങ്കുലർ ഹൈപ്പർബോളിക് ആണ്, അസിംപ്റ്റോട്ടിക് ആണ്. ദെൻ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്താണ്, യു ഷേപ്ഡ് ആണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ആവറേജ് ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റ് കർവ് യു ഷേപ്പ് ആണ്. ഇനിയാണ് നമുക്ക് എന്ത് പഠിക്കേണ്ട, അടുത്ത മാർജിനൽ കോസ്റ്റ് കർവ് എന്താണെന്നുള്ളത്. മാർജിനൽ കോസ്റ്റ് കർവ് എന്താണെന്നുള്ളതാണ് അടുത്തത് നമുക്ക് പഠിക്കേണ്ടത്. The marginal cost refers to the increase in the total cost resulting from the production of one additional unit of output. അതായത് മാർജിൻ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഒരു അഡീഷണൽ യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഉണ്ടാകുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മാർജിനൽ കോസ്റ്റ് എന്ന് വിളിക്കുക. അപ്പൊ മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ എന്താണ്, ചേഞ്ച് ഇൻ ദ ടോട്ടൽ കോസ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. അതായത് ഡെൽറ്റ TC ഡിവൈഡ് ബൈ ഡെൽറ്റ Q അല്ലെങ്കിൽ ഡെൽറ്റ TVC ഡിവൈഡ് ബൈ ഡെൽറ്റ Q എന്ന് എഴുതാം. കാരണം ഇവിടെ ടോട്ടൽ കോസ്റ്റിൽ ചേഞ്ച് വരുന്ന എന്തുമൂലമാണ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് മൂലം മാത്രം. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ചേഞ്ച് ചെയ്യോ, ഇല്ല. അപ്പൊ അതുകൊണ്ട് മാർജിനൽ കോസ്റ്റ് കർവിന്റെ ഫോർമുലേനെ നമുക്ക് എങ്ങനെ എഴുതാം, ഒന്നെങ്കിൽ ടോട്ടൽ ചേഞ്ച് ഇൻ ദ ടോട്ടൽ കോസ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്, അതല്ലെങ്കിൽ ചേഞ്ച് ഇൻ ദി ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. ഇങ്ങനെയും എഴുതാം, തെറ്റൊന്നും ഇല്ല, ഇതും കറക്റ്റ് ആണ്. കാരണം ഫിക്സഡ് കോസ്റ്റ് ചേഞ്ച് ചെയ്യോ, ഇല്ല, ഫിക്സഡ് ആണ്. അപ്പം മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താ, ഒരു അഡീഷണൽ അല്ലെങ്കിൽ ഒരു സ്മോൾ അല്ലെങ്കിൽ ഒരു ഇൻക്രിമെന്റ്, ഒരു ചെറിയ ഇൻക്രീസ് ഔട്ട്പുട്ടിൽ ഉണ്ടാകുമ്പോൾ ഫേമിന് ഉണ്ടാകുന്ന അഡീഷണൽ കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മാർജിനൽ കോസ്റ്റ് എന്ന് വിളിക്കുക. അപ്പൊ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഈ ഒരു ടേബിൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ലെവൽസ് ആണ് ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത്, ടോട്ടൽ കോസ്റ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് 1 യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ 360 ആയിരുന്നു. ദെൻ 2 യൂണിറ്റ് എന്ന് പറയുന്നത് 400 ആയി, 3 യൂണിറ്റ് എന്ന് പറയുന്നത് 420 ആയി. അപ്പൊ ഇവിടെ നോക്കുക, ടോട്ടൽ 2 യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ 400 ആണ് അല്ലെങ്കിൽ 400 ആണ് ഇവിടുത്തെ ടോട്ടൽ കോസ്റ്റ്. ഇനി 2 യൂണിറ്റിൽ നിന്ന് 3 യൂണിറ്റിലായിട്ട് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്തായി, 420 ആയി അല്ലെങ്കിൽ 420 ആയി. അപ്പം ഈ 400 നിന്ന് 420ലേക്ക്, അതായത് രണ്ടാമത്തെ ഔട്ട്പുട്ടിൽ നിന്ന് മൂന്നാമത്തെ ഔട്ട്പുട്ടിലേക്ക് വന്നപ്പോൾ അവിടുത്തെ അഡീഷണൽ എത്രയാ കോസ്റ്റ് വന്നിരിക്കുന്നത്, എന്താ 20 ആണ്. 400 നിന്ന് 420 ആയി, 20 ആണ് അഡീഷണൽ കോസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പം ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ഇൻ ദ ടോട്ടൽ കോസ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി എന്ന് എഴുതാം. അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇവിടെ നോക്കുക, ഇവിടെ 2 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ അവിടെ ഉണ്ടായിരുന്ന ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്ന 160 ആയിരുന്നു. ദെൻ 3 യൂണിറ്റിലേക്ക് വന്നപ്പോൾ അതെന്തായി, 180 ആയി. ഈ പറയുന്ന ചേഞ്ച് ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് തന്നെയല്ലേ ഇവിടെ കാണിച്ചിരിക്കുന്ന 20 എന്ന്. അപ്പം ഈ 20 എന്താണ്, മാർജിനൽ കോസ്റ്റ് ആണ്. അപ്പൊ ഒന്നെങ്കിൽ ഏതാണ്, ഡെൽറ്റ TC ഡിവൈഡ് ബൈ ഡെൽറ്റ Q എന്ന് എഴുതാം, അതല്ലെങ്കിൽ ഡെൽറ്റ TVC ഡിവൈഡ് ബൈ ഡെൽറ്റ Q എന്ന് എഴുതിയാലും തെറ്റില്ല. അപ്പൊ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു PPT ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. വളരെ ബേസിക് കോൺസെപ്റ്റുകളാണ്. ഞാനത് നിങ്ങൾക്ക് ബേസിക് കാര്യങ്ങളോട് എടുത്തു പോകുന്നത് ആർക്കെങ്കിലും ഈ കാര്യങ്ങൾ അറിയത്തില്ലെങ്കിൽ അവർ പഠിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ഡെൽറ്റ ചേഞ്ച് ഇൻ ദ ടോട്ടൽ കോസ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ആണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ദ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ദി ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് മാർജിനൽ കോസ്റ്റ് നമുക്ക് അവിടെ കിട്ടുന്നതാണ്.
Since fixed costs remain unchanged in the short run, marginal cost can also be defined as the increase in the total variable cost consequent upon small increase in the output. Already നമ്മൾ പറഞ്ഞതാണ്. The marginal cost curve shown in the figure is U-shaped. അപ്പം marginal cost curveന്റെയും ഷേപ്പ് എന്താണ്? U shape ആണ്. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ U shape എന്ന് പറഞ്ഞ കർവുകൾ ഏതൊക്കെയാണ്? AVC, ആവറേജ് വേരിയബിൾ കോസ്റ്റ് U shape ആണ്. ആവറേജ് ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റ് കർവ് U shaped ആണ്. ഇപ്പൊ മാർജിനൽ കോസ്റ്റും എന്താണ്? U shape ആണ് വന്നിരിക്കുന്നത്. ഈ മൂന്ന് കോസ്റ്റ് കർവുകളുടെയും ഷേപ്പ് എന്ന് പറയുന്നത് U shape ആണ്. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? റെക്ടാങ്കുലർ ഹൈപ്പർബോള ആണ്, ഡിമിനിഷിംഗ് ആണ്, അല്ലെ? അങ്ങനെ നമ്മൾ കണ്ടത്. This characteristic shape of the MC curve is the direct result of law of variable proportion. According to this law, when more unit of a variable input are combined with fixed input, the marginal product of variable input initially increase, leading to falling marginal cost. However, after a certain point, marginal cost begin to decline, causes the marginal cost to rise. അതായത് നമുക്കറിയാം ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ പഠിച്ച സമയത്ത് നമുക്കറിയാം ഇനീഷ്യലി മാർജിനൽ കോസ്റ്റ് എന്ത് ചെയ്യുന്നു? മാർജിനൽ പ്രൊഡക്റ്റ് ഇനീഷ്യലി ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ മാർജിനൽ പ്രൊഡക്റ്റ് റൈസ് ചെയ്യുമ്പോൾ മാർജിനൽ കോസ്റ്റ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം മാർജിനൽ കോസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും മാക്സിമത്തിൽ എത്തുന്നു. അതിനുശേഷം അത് ഡിമിനിഷ് ചെയ്യാൻ തുടങ്ങുന്നു, മാർജിനൽ പ്രൊഡക്റ്റ് കർവ്. അതിന്റെ ഭാഗമായിട്ട് മാർജിനൽ കോസ്റ്റ് കർവ് എന്ത് ചെയ്യുന്നു? റൈസ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പം എപ്പോഴും ഈ കോസ്റ്റ് കർവുകൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത്, ഷോർട്ട് റൺ കോസ്റ്റ് കർവുകൾ പഠിക്കേണ്ട സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടത് എന്താണ്? നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഡിസ്കസ് ചെയ്തപ്പം ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ പഠിച്ചില്ലേ? ആ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിലെ ഓരോ പ്രൊഡക്റ്റ് കർവും നിങ്ങളുടെ മനസ്സിൽ കാണണം. ആവറേജ് പ്രൊഡക്റ്റ് കർവ്, മാർജിനൽ പ്രൊഡക്റ്റ് കർവ്, ടോട്ടൽ പ്രൊഡക്റ്റ് കർവ്, ഈ മൂന്ന് കർവുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലാണ് ഈ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ എക്സ്പ്ലനേഷൻ കിട്ടുക. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനില് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇനിഷ്യലി റൈസ് ചെയ്യുന്നു. അപ്പൊ മാർജിനൽ പ്രൊഡക്റ്റ് റൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർജിനൽ കോസ്റ്റ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം മാർജിനൽ പ്രൊഡക്റ്റ് കർവ് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങുന്നു. അതിന്റെ ഭാഗമായിട്ട് മാർജിനൽ കോസ്റ്റ് കർവ് അപ്വേർഡ് സ്ലോപ്പിംഗ് ആവുന്നു. അപ്പം ഇങ്ങനെ ഈ യു ഷേപ്പ് മാർജിനൽ കോസ്റ്റ് കർവിന് വരാനുള്ള റീസൺ എന്താണ്? ഈ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നിന്ന് അറിഞ്ഞിരിക്കേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പുകളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Since the marginal cost curve will be first fall and then rise, there are two important points to remember about the marginal cost curve. The MC curve reaches its minimum point before the ATC and AVC curve reach its minimum point. അതായത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്. അതായത് ഇവിടെ നിങ്ങൾ നോക്കുക, മാർജിനൽ കോസ്റ്റ് കർവ് ഉണ്ട്, ആവറേജ് ടോട്ടൽ കർവ് ഉണ്ട്, ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവ് ഉണ്ട്. ഈ എം സിയുടെ മിനിമം പോയിന്റ് മിനിമം പോയിന്റ് റീച്ച് ചെയ്യുന്ന എപ്പോഴായിരിക്കും? ഈ ATCയും AVCയും റീച്ച് ചെയ്യുന്നതിനേക്കാളും മുമ്പ് തന്നെ എന്ത് റീച്ച് ചെയ്യും? MC കർവ് അതിന്റെ മിനിമം പോയിന്റ് റീച്ച് ചെയ്യും. അപ്പം മോസ്റ്റ് ഇമ്പോർട്ടന്റ് റിലേഷൻഷിപ്പ് MC-യുടെ മിനിമം എന്ന് പറയുന്നത് എന്തായിരിക്കും? ബിഫോർ ATC ആൻഡ് AVC മിനിമം പോയിന്റ് ആയിരിക്കും. ATCയോ AVCയോ മിനിമം പോയിന്റിൽ എത്തുന്നതിന് മുമ്പ് തന്നെ MC എന്ത് ചെയ്യുന്നു? മിനിമം പോയിന്റിൽ എത്തുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. മാർജിനൽ കോസ്റ്റ് കർവ് reach its minimum point before the ATC and the AVC curve reach their minimum point. And when the MC curve rises, it cut the AVC and ATC curve at their minimum point. അതായത് ഈ MC curve റൈസ് ചെയ്യുന്ന സമയത്ത് MC curve AVCയുടെയും അതുപോലെ തന്നെ ATCയുടെയും മിനിമം പോയിന്റിനെ കട്ട് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് റിലേഷൻഷിപ്പ് ആണ്. നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ പഠിക്കുന്ന സമയത്ത് ഇത് കാണും. മാർജിനൽ കോസ്റ്റ് കർവ് റൈസ് ചെയ്യുന്ന സമയത്ത് മാർജിനൽ കോസ്റ്റ് കർവ് ആവറേജ് വേരിയബിൾ കോസ്റ്റിനെയും ആവറേജ് ടോട്ടൽ കോസ്റ്റിനെയും കട്ട് ചെയ്യും. എവിടെയാ കട്ട് ചെയ്യുന്നത്? ഈ രണ്ട് കർവുകളുടെയും മിനിമം പോയിന്റ്, ഏറ്റവും മിനിമം പോയിന്റ് അല്ലെ? ഇവിടെ സീറോ സ്ലോപ്പ് വരുന്ന ഈ പോയിന്റിലാണ്. ഈ സീറോ സ്ലോപ്പ് വരുന്നതാണ് ആ മിനിമം പോയിന്റ്. അതായത് AVCയുടെയും ATCയുടെയും മിനിമം പോയിന്റിനെയാണ് മാർജിനൽ കോസ്റ്റ് കർവ് കട്ട് ചെയ്യൂ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ഈ ഒരു നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകും. പക്ഷെ എപ്പോഴും ഓർത്തിരിക്കുക, മാർജിനൽ കോസ്റ്റ് കർവ് ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവിനെയും ആവറേജ് വേരിയബിൾ കോസ്റ്റിനെയും അതിന്റെ മിനിമം പോയിന്റിൽ നിന്ന് മാത്രമായിരിക്കും കട്ട് ചെയ്യുക. അപ്പൊ ഈ രണ്ട് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് അറിഞ്ഞിരിക്കുക. മാർജിനൽ കോസ്റ്റ് കർവ് ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവിനേക്കാളും ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവിനേക്കാളും മുമ്പിൽ അല്ലെങ്കിൽ നേരത്തെ തന്നെ മിനിമം പോയിന്റിൽ എത്തുന്നു. മാർജിനൽ കോസ്റ്റ് കർവ് റൈസ് ചെയ്യുന്ന സമയത്ത് ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവിനെയും ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവിന്റെയും മിനിമം പോയിന്റിനെ
കട്ട് ചെയ്യുന്നു. അതും രണ്ട് ഇമ്പോർട്ടന്റ്. ദെൻ അതുപോലെ തന്നെ when the marginal cost curve is less than the average cost goes down. അതായത് ഇവിടെ നോക്കുക, ഈ മാർജിനൽ കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് ആവറേജ് കോസ്റ്റിനേക്കാളും ലെസ് ആണെങ്കിൽ, ഇവിടെ നോക്കുക ഇനിഷ്യലി തന്നിരിക്കുന്ന ഇവിടെ എന്താണ്, ഈ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്ന ആവറേജ് കോസ്റ്റ് കർവിനേക്കാളും താഴെയാണ്. അപ്പൊ ആ സമയത്ത് എന്തായിരിക്കും, ATCയും AVCയും ഫോളോ ചെയ്യും. രണ്ട് കർവുകൾ ഫോളോ ചെയ്യാണ്. മാർജിനൽ കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് ആവറേജ് കോസ്റ്റ് കർവിനേക്കാളും താഴെയാണെങ്കിൽ ആവറേജ് കോസ്റ്റ് കർവ് എന്ത് ചെയ്യുന്നു, ഫോളോ ചെയ്യുന്നു. ദെൻ മിനിമം പോയിന്റ് നിന്ന് രണ്ടുപേരും ഈക്വൽ ആകുന്നത് എവിടെയായിരിക്കും, ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവിന്റെ മിനിമം പോയിന്റിനെ കട്ട് ചെയ്യുമ്പോൾ ദെൻ മാർജിനൽ കോസ്റ്റ് കർവ് എന്ന് പറയുന്ന ആവറേജ് ടോട്ടൽ കോസ്റ്റിനേക്കാളും മുകളിലാകുന്ന സമയത്ത് ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവ് എന്ത് ചെയ്യുന്നു, റൈസ് ചെയ്യുന്നു. അപ്പൊ ആ റിലേഷൻഷിപ്പ് എവിടെ തന്നെ, എംസിയും എസിയും തമ്മിലുള്ള റിലേഷൻ, AVCനെ അവിടെ നമ്മൾ പരിഗണിക്കണ്ട, എംസിയും എസിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഇവിടെ പറഞ്ഞത്. When the marginal cost is less than the average cost, the average cost goes down. അപ്പം MC എന്ന് പറയുന്നത് ACനേക്കാളും താഴെയാവുമ്പോൾ AC എന്തായിരിക്കും, ഡിമിനിഷ് ചെയ്യും. Then when the marginal cost is more than the average cost, the average cost goes up. അപ്പം MC എന്ന് പറയുന്നത് ACനേക്കാളും മുകളിലാവുമ്പോൾ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, റൈസ് ചെയ്യാൻ തുടങ്ങും, മുമ്പിലേക്ക് പോകാൻ തുടങ്ങും. Then MC curve cut the AC curve at its lowest point. This is the point where the average cost stop falling and start rising. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ റിലേഷൻഷിപ്പ് പറഞ്ഞിരിക്കുക, ഈ രണ്ട് കർവ് എംസിയും എസിയും തമ്മിലുള്ള റിലേഷൻ, ഈ രണ്ട് കർവുകൾ. MC കർവ് എന്ന് പറയുന്നത് ACനേക്കാളും കുറവാകുമ്പോൾ AC എന്ത് ചെയ്യുന്നു, ഫോളോ ചെയ്യുന്നു. മിനിമം പോയിന്റിൽ രണ്ടുപേരും കട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ MC എന്ന് പറയുന്ന ACനേക്കാളും ഗ്രേറ്റർ ആയിട്ട് വരുമ്പോൾ ആവറേജ് കോസ്റ്റ് എന്ത് ചെയ്യുന്നു, റൈസ് ചെയ്യുന്നു. ഇങ്ങനെ ഈ റിലേഷൻഷിപ്പ് പറഞ്ഞിരിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഈ പോയിന്റ്, ഈ രണ്ട് PPT വളരെ ഇമ്പോർട്ടന്റ് ആ. ഈ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് പോയിന്റും, MC കർവിന്റെ രണ്ട് പോയിന്റും അതുപോലെ തന്നെ ഈ ഒരു MCയും ACയും തമ്മിലുള്ള റിലേഷൻഷിപ്പും ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കുക. നമ്മൾ മാർക്കറ്റ് ഫോംസ് പഠിക്കുന്ന സമയത്ത് ഇത് ഡിസ്കസ് ചെയ്യും. അപ്പം രണ്ട് പോയിന്റ് ഞാൻ ഒന്നുകൂടെ പറയാം. ഒന്ന്, MC കർവ് മിനിമം പോയിന്റിൽ ആവറേജ് കോസ്റ്റ് കർവിനേക്കാളും ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവിനേക്കാളും മുമ്പിൽ തന്നെ മിനിമം പോയിന്റിൽ MC റീച്ച് ചെയ്യുന്നു. ദെൻ MC എന്ന് പറയുന്നത് AVCയുടെയും ATCയുടെയും മിനിമം പോയിന്റിനെ കട്ട് ചെയ്തിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. ദെൻ MC എന്ന് പറയുന്നത് ACനേക്കാളും താഴെയാകുമ്പോൾ ആവറേജ് കോസ്റ്റ് കർവ് ഡിക്ലൈൻ ചെയ്യുന്നു. MC എന്ന് പറയുന്ന ആവറേജ് കോസ്റ്റിനേക്കാളും മുകളിലാകുമ്പോൾ ആവറേജ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു. മിനിമം പോയിന്റിൽ അതിനെ കട്ട് ചെയ്യുമ്പോഴാണ് ACയും MCയും എന്ത് ചെയ്യുന്നത്, ഈക്വൽ ആകുന്നത്. അത് ACയുടെ മിനിമം പോയിന്റ് ആയിരിക്കും. ഇനി അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഈ പോയിന്റിലായിരിക്കും അത് ഡിമിനിഷ് ചെയ്യുന്നത്, സ്റ്റോപ്പ് ചെയ്തിട്ട് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുന്നത്. ഇങ്ങനെ മൂന്ന് റിലേഷൻഷിപ്പ് അറിഞ്ഞിരിക്കുക. ദെൻ അനദർ ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ MC and AC curve is that MC is affected only by variable cost. Fixed cost do not affect the marginal cost. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇനി ലംസം ടാക്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആ സമയത്ത് നമ്മൾ കണ്ട മാർജിനൽ കോസ്റ്റ് കർവിനെ അഫക്ട് ചെയ്യുന്ന എന്താണ്, വേരിയബിൾ കോസ്റ്റ് കർവിൽ ഉണ്ടാകുന്ന ചേഞ്ച് മാത്രമാണ് അഫക്ട് ചെയ്യുക. ഫിക്സഡ് കോസ്റ്റിൽ എന്ത് ചെയ്യത്തില്ല, അഫക്ട് ചെയ്യുന്നില്ല. അതായത് ഫിക്സഡ് കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ മാർജിനൽ കോസ്റ്റ് MCനെ അഫക്ട് ചെയ്യുന്ന എന്താണ്, വേരിയബിൾ കോസ്റ്റുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഡെൽറ്റ TVC ഡിവൈഡ് ബൈ ഡെൽറ്റ Q എന്ന് നമ്മൾ എഴുതിയത്. MCനെ അഫക്ട് ചെയ്യുന്നത് എന്താണ്, വേരിയബിൾ കോസ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് MC കർവിനെ അഫക്ട് ചെയ്യുന്നത്. ആ ഒരു പർട്ടിക്കുലർ പോയിന്റും ഇതിനോടൊപ്പം ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു, ടോട്ടൽ കോസ്റ്റ് പഠിച്ചു, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പഠിച്ചു, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പഠിച്ചു, ആവറേജ് കോസ്റ്റ് കണ്ടു, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കണ്ടു, ആവറേജ് വേരിയബിൾ കോസ്റ്റ് കണ്ടു, മാർജിനൽ കോസ്റ്റ് കണ്ടു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്ന എക്സ് ആക്സിന് എന്തായിരിക്കും, ഹൊറിസോണ്ടൽ ആയിരിക്കും. ദെൻ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻക്രീസിംഗ് ആണ്. ദെൻ ആവറേജ് ടോട്ടൽ കോസ്റ്റും ഇൻക്രീസിംഗ് ആണ്. പക്ഷെ ബിഗിൻ ചെയ്യുന്ന ആവറേജ് ഫിക്സഡ് കോസ്റ്റിന്റെ മുകളിൽ നിന്നാണ്. ദെൻ നമ്മൾ ടോട്ടൽ കോസ്റ്റ് കർവിന്റെ കാര്യം പറഞ്ഞത്. ടോട്ടൽ കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന് അതേ ഷേപ്പ് ആയിരിക്കും. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിരിക്കും. ദെൻ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് യു ഷേപ്പും, ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് യു ഷേപ്പും, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, റെക്ടാങ്കുലർ ഹൈപ്പർബോള ആണ് അല്ലെ. അതല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഞാൻ ഇടയ്ക്ക് പറഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെറുതായിട്ട് മാറിപ്പോയതാ, കൺഫ്യൂസ്ഡ് ആകണ്ട, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ദെൻ ലോങ് ടേം കോസ്റ്റ് കർവിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആണോ? നമുക്ക് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആണോ? അപ്പം
ടി സി ഒന്നുകൂടെ ഞാൻ വളരെ ക്ലിയർ ആകും. ടി സി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഡിസ്കസ് ചെയ്ത് ടി സി എന്ന് പറയുന്നത് ടി എഫ് സിയും ടി വി സിയും കൂടെ ചേരുന്നതാണ്. ടി എഫ് സി എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആക്സിന് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ലൈനാണ് അല്ലെങ്കിൽ ഒരു കർവാണ്. ടി വി സി എന്ന് പറയുന്നത് എന്താണ്? ഇൻക്രീസിങ് ആണ്. ആ ടി വി സിയുടെ അതേ ഷേപ്പാണ് ടി സിക്ക് വരിക, പക്ഷെ സ്റ്റാർട്ട് ചെയ്യുന്നത് ടി എഫ് സിക്ക് മുകളിൽ നിന്നാണ്. ദെൻ അതിനുശേഷം എ സിയും എ വി സിയും എ എഫ് സിയും കണ്ടു. എ സി എന്ന് പറയുന്നത് എ എഫ് സി പ്ലസ് എ വി സി ആണ്. ദെൻ എ എഫ് സി എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോൾ ആണ്, അസിംപ്റ്റോട്ടിക് ടു ദി ക്വാണ്ടിറ്റി ആക്സിസ് ആണ്. ദെൻ എ വി സി എന്ന് പറയുന്നത് എന്താണ്? യു ഷേപ്ഡ് ആണ്. എ വി സിയുടെ അതേ ഷേപ്പാണ് എ സിക്ക് വരിക. ദെൻ മാർജിനൽ കോസ്റ്റ് കർവ് എന്ന് പറയുന്നതും യു ഷേപ്പ് ആണ്. ദെൻ മാർജിനൽ കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് എ വി സിനേക്കാളും എ ടി സിനേക്കാളും മുൻപേ മിനിമം പോയിന്റിൽ എത്തും. അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റ് കർവ് എ ടി സിയുടെയും എ വി സിയുടെയും മിനിമം പോയിന്റിനെ കട്ട് ചെയ്യുന്നു. ദെൻ അതുപോലെ തന്നെ എം സി എന്ന് പറയുന്നത് എ സിനേക്കാളും അല്ലെങ്കിൽ എ ടി സിനേക്കാളും ചെറുതാകുന്ന സമയത്ത് ആവറേജ് കോസ്റ്റ് ഡിക്രീസ് ചെയ്യുന്നു. ദെൻ എം സി എന്ന് പറയുന്നത് ആവറേജ് ടോട്ടൽ കോസ്റ്റിനേക്കാളും മുകളിലാകുന്ന സിറ്റുവേഷനിൽ ആവറേജ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇനി എങ്ങോട്ടാണ്? ലോങ് ടേൺ കോസ്റ്റ് കർവിലേക്ക് പോവാണ്. ലോങ് ടേൺ കോസ്റ്റ് കർവിലേക്ക് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഷോർട്ട് റണ്ണിലാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ഉള്ളത് കൊണ്ട് ഈ ഫിക്സഡ് ആവറേജ് ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട വന്നു അല്ലെ. ലോങ് റണ്ണിലേക്ക് വരുമ്പോൾ എന്തില്ല? ഫിക്സഡ് കോസ്റ്റിൽ എല്ലാം വേരിയബിൾ ആണ് അല്ലെ. ഇൻ ദ ലോങ് ടേൺ all the input are variable. This means there are no fixed factors of production and therefore all the costs become variable. So unlike the short run, there is no need of separate cost into fixed and variable component. In the long term, when a firm want to increase the production, it must expand all input which lead to an expansion of scale. അപ്പം ഇവിടെ എന്താണ്? എല്ലാം വേരിയബിൾ കോസ്റ്റ് ആണ്. അപ്പം ഈ എല്ലാം വേരിയബിൾ കോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ഫേമിന് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അവർ എന്ത് ചെയ്യണം? എല്ലാ ഇൻപുട്ടുകളെയും റൈസ് ചെയ്യണം. ഇനി അതോടൊപ്പം തന്നെ അവരെന്ത് ചെയ്യണം? അവരുടെ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ റൈസ് ചെയ്യണം അല്ലെ. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ക്ലാസ് നടത്തുവാണ്. എനിക്ക് ഇനീഷ്യലി എന്താണ്? ഒരു ചെറിയ ക്ലാസ് റൂമിൽ ഒരു 50 പേരെ മാക്സിമം ആ ക്ലാസ് റൂമിൽ എനിക്ക് 100 പേരെ പഠിപ്പിക്കാം. എനിക്ക് പിന്നീട് തോന്നുവാണ് ഒരു 1000 പേരെ പഠിപ്പിക്കണമെങ്കിൽ ഒരിക്കലും ആ ക്ലാസ് റൂമിൽ 1000 പേരെ പഠിപ്പിക്കാൻ പറ്റില്ല. ഞാൻ അതിനെന്ത് ചെയ്യണം? വലിയൊരു ഓഡിറ്റോറിയത്തിലേക്കോ അല്ലെങ്കിൽ വലിയൊരു ക്ലാസ് റൂമോ ഞാൻ ബിൽഡ് ചെയ്താൽ മാത്രമേ എനിക്ക് അത് പറ്റൂ. അപ്പൊ അതെന്താ? അത് ലോങ് ടേണിൽ മാത്രം സാധിക്കുന്നത്. അപ്പൊ ലോങ് ടേണിൽ ആണെങ്കിൽ ഈ പറയുന്ന എല്ലാ ഫാക്ടേഴ്സിനും എനിക്ക് വേരി ചെയ്യാം, പക്ഷേ ഷോർട്ട് റണ്ണിൽ എനിക്ക് വേരി ചെയ്യാൻ സാധിക്കത്തില്ല. In the short run, the firm is limited by the size of its plant. A firm may have several plant size to choose from, small, medium and large, based on its expected production level and market demand. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഫേമിനെ അപേക്ഷിച്ച് അവർ എക്സ്പെക്ട് ചെയ്യുന്ന സെയിൽസിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാം? സ്മോൾ പ്ലാന്റ് യൂസ് ചെയ്യാം, മീഡിയം പ്ലാന്റ് യൂസ് ചെയ്യാം, ലാർജ് പ്ലാന്റ് യൂസ് ചെയ്യാം. അപ്പൊ ഏത് സൈസ് ഓഫ് പ്ലാന്റ് നിങ്ങൾ യൂസ് ചെയ്താലും ആ പ്ലാന്റിന്റെ സൈസിനനുസരിച്ച് നിങ്ങളുടെ ഷോർട്ട് റൺ ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവ് അല്ലെങ്കിൽ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ് നിങ്ങൾക്ക് അവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്ന 3 സൈസ് ഓഫ് പ്ലാന്റ്സ്, ഒരു ഫേമിന് 3 സൈസ് ഓഫ് പ്ലാന്റ്സിനെ യൂസ് ചെയ്യാം. പ്ലാന്റ് എ, പ്ലാന്റ് ബി, പ്ലാന്റ് സി. അപ്പൊ പ്ലാന്റ് എ എന്ന് പറയുന്നത് സ്മോളസ്റ്റ് പ്ലാന്റ് ആണ്, ഏറ്റവും ചെറിയ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ. ഇനി പ്ലാന്റ് ബി എന്ന് പറയുന്നത് മീഡിയം ആണ്, പ്ലാൻ സി എന്ന് പറയുന്നത് ലാർജ് ആണ്. അതായത് ലോങ് ടേണിൽ ആകുമ്പോൾ നമുക്ക് ഇത് എങ്ങോട്ട് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ഷോർട്ട് ടേണിൽ ഇത് ഏതെങ്കിലും ഒന്നായി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? നമുക്ക് അക്യൂർ ചെയ്യാൻ സാധിക്കും. ഈച്ച് പ്ലാൻ ഹാസ് ഇറ്റ്സ് ഓൺ ഷോർട്ട് റൺ ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവ്. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന അതാണ്, അതായത് SATCA, അതായത് ഒന്നാമത്തെ സ്മോൾ പ്ലാൻ സൈസിനാണ് ഈ ഷോർട്ട് റൺ ആവറേജ് ടോട്ടൽ കർവ്. ദെൻ രണ്ടാമതാവുമ്പോഴത്തേനും ഇത് വരുന്നു, മൂന്നാമതാവുമ്പോ ഇത് വരുന്നു. അപ്പൊ ഇവിടെ നോക്കുക, ഒരു ഔട്ട്പുട്ടോ 0Q1 അല്ലെങ്കിൽ 0Q1 എന്ന് പറയുന്ന ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ആ ഫോമിന് എന്ത് ചെയ്യാം? ഈ പറയുന്ന ഒന്നാമത്തെ സ്മോൾ പ്ലാൻ സൈസ് യൂസ് ചെയ്താൽ മതി അല്ലെ. അതായത് OQ1 എന്ന് പറയുന്ന ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ ആ ഫോമിന് ഏതാ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഒന്നാമത്തെ സ്മോളസ്റ്റ് പ്ലാൻ സൈസ് യൂസ് ചെയ്താൽ മതി. ഇനി OQ2 എന്ന് പറയുന്ന ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ 2 പ്ലാന്റ് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? ഈ രണ്ടാമത്തെ ആവറേജ് കോസ്റ്റ് കർവ് വരുന്ന ഈ ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവ് വരുന്ന ഈ പ്ലാന്റോ അല്ലെങ്കിൽ ഒന്നാമത്തെ പ്ലാന്റോ യൂസ് ചെയ്യാം. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു OQ1 എന്ന് പറയുന്ന ഒരു സ്മോൾ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ സ്മോളസ്റ്റ് പ്ലാന്റ് ഉപയോഗിക്കാം. ഇനി അതുപോലെ തന്നെ രണ്ടാമതും OQ2 എന്ന് പറയുന്ന
ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ പ്ലാന്റ് എയിൽ അതിനെ ഫുൾ കപ്പാസിറ്റിയിൽ എന്ത് ചെയ്യാം, നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പ്ലാൻ ബിയിൽ യൂസ് ചെയ്യാം. അപ്പൊ ഈ പ്ലാന്റ് എയിലും പ്ലാൻ ബിയിലും യൂസ് ചെയ്യുന്നതിന്റെ ഡിഫറൻസ് എന്താ? ഈ OQ2 എന്ന് പറയുന്ന ഔട്ട്പുട്ടില് നിങ്ങൾ പ്ലാൻ ബിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് കുറവാണ്. പക്ഷെ പ്ലാൻ എ യൂസ് ചെയ്താൽ എന്തായിരിക്കും, ആവറേജ് കോസ്റ്റ് കൂടുതലാണ്. മനസ്സിലായോ? ഇവിടെ നോക്കാം, ഇവിടെ തന്നിരിക്കുന്നത് എന്താ, ഈ രണ്ടാമത്തെ പ്ലാന്റിന്റെ ആവറേജ് കോസ്റ്റ് കർവ് അല്ലേ ഇത് കാണിച്ചിരിക്കുന്നത്, ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവ് ഇത്. അപ്പം OQ2 എന്ന് പറയുന്ന ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാൻ 2 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ആവറേജ് കോസ്റ്റ് വരത്തുള്ളൂ. പക്ഷെ പ്ലാൻ എ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ആവറേജ് കോസ്റ്റ് കർവ് വരും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഫേംസ് എന്താ ചെയ്യത്തുള്ളൂ, ഈ പറയുന്ന മീഡിയം ലെവൽ ഓഫ് പ്ലാന്റ് യൂസ് ചെയ്യത്തുള്ളൂ ഈ OQ2 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ. OQ1 ആണെങ്കിൽ എന്ത് ചെയ്യാം, പ്ലാൻ 1 യൂസ് ചെയ്യാം. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫോർ OQ2 output, use plant A at the full capacity. OQ2 is a optimum output. Use plant B, though not at full capacity, but still enjoy a lower average cost due to increasing return to sale. Using plant C to produce OQ2 is inefficient as it lead to higher average cost, a result of diminishing return to scales at a low output level. അപ്പൊ ഒരിക്കലും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഈ മൂന്നാമത്തെ പ്ലാന്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. OQ2 എന്ന് പറയുന്ന ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ മൂന്നാമത്തെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, 1 or 2 യൂസ് ചെയ്യാം. 2 യൂസ് ചെയ്താലുള്ള അഡ്വാൻറ്റേജ് എന്താ, ഇവിടുത്തെ ആവറേജ് കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് കുറവാണ്. പക്ഷെ എ യൂസ് ചെയ്താൽ ആവറേജ് കോസ്റ്റ് കൂടുതലാണ്. അപ്പം ഇവിടെ നോക്കുക, ഇവിടെ ഒരു ലോങ് ടേൺ ആവറേജ് കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് എന്താ, ഇതുപോലെ ഷോർട്ട് റണ്ണിലുള്ള ഡിഫറെന്റ് ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവുകളുടെ മിനിമം പോയിന്റുകളെ എല്ലാം ടച്ച് ചെയ്യുന്ന ഒരു കർവ് ആണ് എന്ത്, ലോങ് ടേൺ ആവറേജ് കോസ്റ്റ് കർവ്, LAC, ലോങ് ടേൺ ആവറേജ് കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് എന്താണ്, അവിടെ എല്ലാ ഷോർട്ട് റണ്ണിലെ എല്ലാ മിനിമം ആവറേജ് ടോട്ടൽ കോസ്റ്റുകളുടെ മിനിമം പോയിന്റുകളെയും കട്ട് ചെയ്യുന്നതല്ലേ. ഇവിടെ കാണിച്ചിരിക്കുന്നത് നോക്കുക, ഇവിടെ എന്താണ് LKM എന്ന് പറയുന്ന ഏതാണ്, ഈ 3 ഷോർട്ട് റൺ ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവുകളെ ടച്ച് ചെയ്തുകൊണ്ട് ഒരു ലോങ് ടേൺ ആവറേജ് കോസ്റ്റ്, ഒരു വലിയ യു ഷേപ്ഡ് കർവ് കാണിച്ചിരിക്കുന്നുണ്ടോ. അപ്പൊ അതിനെയാണ് നമ്മൾ ഇവിടെ ഡെപ്പിക്ട് ചെയ്യാൻ കാണിച്ചിരിക്കുന്നത്. അപ്പം ലോങ് ടേൺ ആവറേജ് കോസ്റ്റ് കർവ് ഷോസ് ദി ലോവസ്റ്റ് പോസിബിൾ ആവറേജ് കോസ്റ്റ് as which any output level can be produced when the firm can choose the most efficient plant size. It is drawn as a smooth curve that envelope all the SATC curve, hence called the envelope curve. അപ്പം ഇതിനെ നമ്മൾ എന്താണ്, envelope theory എന്ന് വിളിക്കാറുണ്ട്. അതായത് ലോങ് റണ്ണില് എന്താണ്, ഡിഫറെന്റ് ആയിട്ടുള്ള ഷോർട്ട് റൺ ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവുകളുടെ പോസിബിൾ ആയിട്ടുള്ള മിനിമം പോയിന്റുകളെ, മിനിമം പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒപ്റ്റിമം പ്ലാൻ സൈസുകൾ യൂസ് ചെയ്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ പോയിന്റുകളെയും കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ LAC വരയ്ക്കുക, അല്ലെങ്കിൽ ലോങ് ടേൺ ആവറേജ് കോസ്റ്റ് കർവ് വിളിക്കുക. അതുകൊണ്ടാണ് ഇതിനെ എൻവലപ്പ് തിയറി എന്ന് വിളിക്കുക. അതായത് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, ദ ലോങ് ടേൺ ആവറേജ് കോസ്റ്റ് കർവ് ഷോസ് ദി ലോവസ്റ്റ് പോസിബിൾ ആവറേജ് കോസ്റ്റ് at which any output level can be produced when the firm can choose the most efficient plant size. അപ്പം ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ഫേം ചൂസ് ചെയ്തിരിക്കുന്ന മോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള പ്ലാന്റിന്റെ ഏതാണ് പോസിബിൾ ആവറേജ്, ഏറ്റവും മിനിമം പോസിബിൾ ആവറേജ് കോസ്റ്റ് കർവുകളെ ടച്ച് ചെയ്തുകൊണ്ടാണ് എന്ത് കടന്നു പോകുന്നത്, ലോങ് ടേൺ ആവറേജ് കോസ്റ്റ് കർവ് കടന്നു പോകുന്നത്. അപ്പം അതാ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ യു ഷേപ്ഡ് എന്ന് പറയുന്നത് എന്താ, ഇവിടുത്തെ ഡിഫറെന്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ടില് ഫേമിന് ഏറ്റവും ഒപ്റ്റിമൽ പ്ലാൻ സൈസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന മിനിമം ആവറേജ് കോസ്റ്റ് കർവുകളെ ടച്ച് ചെയ്തുകൊണ്ടാണ്. ഇവിടെ L ഉണ്ട്, ഒന്നാമത്തെ പ്ലാൻ സൈസ് ആണെങ്കിൽ അവിടുത്തെ മിനിമം പോയിന്റ് എന്ന് പറയുന്നത് L ആണ്, അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന മിനിമം ആവറേജ് കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് L ആണ്. രണ്ടാമത്തെ ആണെങ്കിൽ ഏതാണ്, K ആണ്. മൂന്നാമത്തെ ആണ് M ആണ്. അപ്പം ഇവിടുത്തെ ഒപ്റ്റിമം പ്ലാൻ സൈസിൽ അവർക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന മിനിമം ആവറേജ് കോസ്റ്റ് കർവുകളെ ടച്ച് ചെയ്തുകൊണ്ടാണ് എന്ത് വരുന്നത്, ലോങ് ടേൺ ആവറേജ് കോസ്റ്റ് കർവ് വരിക. അപ്പം ഇതിനെ എന്താണ്, എൻവലപ്പ് തിയറി എന്ന് വിളിക്കുക. അപ്പൊ ട്രഡീഷണൽ കോസ്റ്റ് തിയറിനെ യൂഷ്വലി നമ്മൾ എൻവലപ്പ് തിയറി എന്ന് വിളിക്കുക. കാരണം ഈ ലോങ് ടേൺ ആവറേജ് കോസ്റ്റ് കർവിന്റെ ഷേപ്പ് ആണ്, അല്ലെങ്കിൽ അതെന്താണ്, അത് ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഷോർട്ട് ടേൺ ആവറേജ് ടോട്ടൽ കോസ്റ്റുകളുടെ എന്താണ് കവർ ചെയ്തുകൊണ്ട്, എൻവലപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ലോങ് ടേൺ പഠിക്കുക. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഓരോ പോയിന്റുകളെ കുറിച്ച് ഞാൻ ആ LKM എന്ന് പറയുന്ന 3 പോയിന്റുകളെ കുറിച്ചാണ് തന്നിരിക്കുന്നത്. Then we say that the long term average cost curve envelop the short term average total cost curve.
the long term average cost curve represent the lowest cost of the producing any level of output in the long term. When a firm has flexibility to choose the change in plant size, it reflects how economies and diseconomies of scale influence the production cost as output increase. അപ്പം അടുത്തതായിട്ട് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്നത് ലോങ് ടേം ആവറേജ് കോസ്റ്റ് കർവിന്റെ ഈ ഷേപ്പ് ആണ്. അതായത് ഇനിഷ്യലി ലോങ് ടേം ആവറേജ് കോസ്റ്റ് കർവ് എന്ത് ചെയ്യുന്നു? ഡിമിനിഷ് ചെയ്യുന്നു. ആ ഡിമിനിഷ് ചെയ്യാനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് എന്താണ്? ഈ ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ ആണ്. അതായത് എക്കോണമീസ് ഓഫ് സ്കെയിൽ. നമ്മൾ എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്താ? കോസ്റ്റ് അഡ്വാൻറ്റേജസ്. ലോങ് ടേണിൽ ഒരു ഔട്ട്പുട്ട് റൈസ് ചെയ്യുന്നതനുസരിച്ച് ഒരു ഫോമിന് ഉണ്ടാകുന്ന കോസ്റ്റ് അഡ്വാൻറ്റേജസിനെയാണ് നമ്മൾ എക്കോണമീസ് ഓഫ് സ്കെയിൽ. അപ്പം ഈ എക്കോണമീസ് ഓഫ് സ്കെയിൽ ഉള്ളത് കൊണ്ടാണ് ലോങ് ടേം ആവറേജ് കോസ്റ്റ് കർവ് ഇനിഷ്യലി എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? അതിനുശേഷം അത് കോൺസ്റ്റന്റ്, അതായത് 0 ആവുന്നു അവിടുത്തെ സ്ലോപ്പ്. ഇത് എന്താണ്? കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ വരുമ്പോഴാണ് അത് മിനിമം പോയിന്റിൽ എത്തുന്നത്. ഈ മിനിമം പോയിന്റിൽ എന്താണ്? അവിടുത്തെ എക്കോണമീസ് ഓഫ് സ്കെയിലും ഡിസെക്കോണമീസ് ഓഫ് സ്കെയിലും എന്ത് ചെയ്യുന്നു? 0 ആയി പോകുന്നു. രണ്ടിന്റെയും ഇടയ്ക്കാണ്. അതായത് കോൺസ്റ്റന്റ് സ്കെയിൽ ഓഫ് എക്കോണമീസ് നമ്മൾ വിളിക്കും. ദെൻ അതിനുശേഷം ഡിക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു? ആവറേജ് കോസ്റ്റ് കർവിനെ റൈസ് ചെയ്യും. ലോങ് ടേം ആവറേജ് കോസ്റ്റ് കർവിനെ റൈസ് ചെയ്യുന്നു. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഡിസെക്കോണമീസ്, കോസ്റ്റ് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാകുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ റൈസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പം ഈ ലോങ് ടേം ആവറേജ് കോസ്റ്റ് കർവ് ഇനിഷ്യലി ഫോളോ ചെയ്യുന്നു. അതെന്താണ്? ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ അല്ലെങ്കിൽ എക്കോണമീസ് ഓഫ് സ്കെയിൽ മൂലമാണ്. ദെൻ എഗെയിൻ അതിനുശേഷം കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് ഫ്ലാറ്റൻ ആവുന്നു. ദെൻ ഏതാണ്? ഡിക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ വന്നു കഴിയുമ്പോൾ ഡിസെക്കോണമീസ് ഓഫ് സ്കെയിൽ ഉണ്ടാവുന്നു. ഈ പറയുന്ന ലോങ് ടേം ആവറേജ് കോസ്റ്റ് കർവ് റൈസ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ 3 റീജിയൻസ് ആണ് AC. ലോങ് ടേം ആവറേജ് കോസ്റ്റ് കർവിന് 3 റീജിയൻസ് ഉണ്ട്. ആ 3 റീജിയൻസും ഒന്ന് ഓർത്തിരിക്കുക. The economists generally believe that long-term average cost curve is U-shaped. As the firm grow, they often reduce the cost by buying in bulk, using better technology, etc. But after a point, expanding too much lead to rising cost. അപ്പം എന്താണ്? യു ഷേപ്ഡ് ആണ്. അപ്പം ജനറലി ട്രഡീഷണൽ കോസ്റ്റ് തിയറിയിൽ ലോങ് ടേം ആവറേജ് കോസ്റ്റ് കർവിനെ എന്താണ്? ഒരു യു ഷേപ്ഡ് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഗ്രോ ചെയ്യുന്നതനുസരിച്ച് ബൾക്കായിട്ടൊക്കെ നമ്മൾ ഇൻപുട്ടുകൾ ബൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോസ്റ്റ് കുറയാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഒരു സെർട്ടൈൻ പോയിന്റിന് ശേഷം എന്താണ്? ഈ ലാർജ് സ്കെയിൽ മാനേജ്മെന്റ് ബുദ്ധിമുട്ടായിട്ട് വരും. അത് എന്തിലേക്ക് ലീഡ് ചെയ്യും? ഡിസെക്കോണമീസിലേക്കും ഈ ലോങ് ടേം ആവറേജ് കോസ്റ്റ് കർവ് മുകളിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അപ്പം ഈ ഷേപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോങ് ടേം ആവറേജ് കോസ്റ്റ് കർവിന്റെ ഈ ഷേപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പഠിച്ചിരിക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിനി എങ്ങോട്ട് വരും? നമ്മൾ മാർക്കറ്റ് ഫോംസിലേക്ക് വരുമ്പോൾ ഈ ലോങ് ടേം ആവറേജ് കോസ്റ്റ് കർവിന്റെ ഷേപ്പ് ഒക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇതിനോടൊപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ലോങ് ടേം മാർജിനൽ കോസ്റ്റ് കർവ്. അപ്പം ഇവിടെ നമ്മൾ ലോങ് ടേമിൽ എല്ലാം വേരിയബിൾ ആയതുകൊണ്ട് നമ്മൾ ഫിക്സ്ഡ് വേരിയബിൾ നമ്മൾ ഡിസ്കസ് ചെയ്യില്ല. നമ്മൾ ഡയറക്ട്ലി എങ്ങോട്ട് വന്നു? ടോട്ടൽ ലോങ് ടേം ആവറേജ് കോസ്റ്റിലേക്ക് ഡയറക്റ്റ് വന്നു. ഇനി എന്താണ്? മാർജിനൽ കോസ്റ്റിനെ കുറിച്ച്, ലോങ് ടേം മാർജിനൽ കോസ്റ്റ് കർവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ദ ലോങ് ടേം മാർജിനൽ കോസ്റ്റ് റെപ്രസെന്റ് ചേഞ്ച് ഇൻ ദ ടോട്ടൽ കോസ്റ്റ് റിസൾട്ടിംഗ് ഫ്രം എ സ്മോൾ ഇൻക്രീസ് ഇൻ ദ ഔട്ട്പുട്ട് വെൻ ദ firm has sufficient time to fully adjust all input, including plant size. This contract with the short-term marginal cost, where the plant size is fixed and only variable input are adjusted. In the short term, output increases rely on the existing plan, while in the long term, the firm can modify the plan itself to optimize the production. So, while the conceptual formula for marginal cost is same, the scope of input adjustment is broader in the long term. The long term marginal cost is derived from multiple SRMC curves, just as the long term average cost is derived from the envelope of various SAC curves. അതായത് നമ്മൾ നേരത്തെ ഏതാണ് ഷോർട്ട് ടേം ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവ് നമ്മൾ ലോങ് ടേം ആവറേജ് കോസ്റ്റ് കർവ് ഡിറൈവ് ചെയ്ത പോലെ തന്നെയാണ് ഷോർട്ട് ടേം മാർജിനൽ കോസ്റ്റ് നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ലോങ് ടേം മാർജിനൽ കോസ്റ്റിനെ ഡിറൈവ് ചെയ്യുന്നു. അപ്പൊ ഷോർട്ട് ടേം മാർജിനൽ കോസ്റ്റും ലോങ് ടേം മാർജിനൽ കോസ്റ്റ് കർവും ഡെഫിനിഷൻസിലെ കാര്യങ്ങളൊന്നും വ്യത്യാസമില്ല, പക്ഷെ സ്കോപ്പിൽ വ്യത്യാസമുണ്ട്. കാരണം ലോങ് ടേണിൽ എല്ലാം എന്താണ്? വേരിയബിൾ ഇൻപുട്ടുകളാണ്. അതുപോലെ തന്നെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് നമുക്ക് വേരി ചെയ്യാൻ സാധിക്കും ലോങ് ടേണിൽ.
ദെൻ അഡ്ജസ്റ്റ്മെന്റ് ഫുള്ളി അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് പോസിബിൾ ആണ്. പക്ഷെ ഷോർട്ട് റണ്ണിൽ ഫിക്സഡ് ആണ് അവിടുത്തെ പ്ലാൻ സൈസ്. സം ഇൻപുട്സിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നത്, ലിമിറ്റഡ് ആണ് ഇവിടുത്തെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നത് നോക്കുക, ഇവിടെ ലോങ് ടേൺ ആവറേജ് കോസ്റ്റ് കർവ് ആണ് കാണിച്ചിരിക്കുന്നത്. ദെൻ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ് ഒരു ഒപ്റ്റിമൽ പ്ലാൻ സൈസ് തന്നിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റും ലോങ് ടേൺ മാർജിനൽ കോസ്റ്റും തന്നിട്ടുണ്ട്. അപ്പൊ ഈ 3 കർവുകളും ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് കണ്ടോ, ഇതാണ് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ഏറ്റവും മോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഈ കർവുകളെല്ലാം ഇന്റർസെക്ട് ചെയ്യുന്ന പർട്ടിക്കുലർ പോയിന്റ് ആണ്. When the firm chooses the most efficient plan size, the short run marginal cost become equal to the long run marginal cost at the output level. അപ്പൊ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള പ്ലാൻ സൈസ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റും ലോങ് ടേൺ മാർജിനൽ കോസ്റ്റും ഈക്വൽ ആയിരിക്കും. ഇനി അതല്ലെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ടോ, ഇവിടെ തന്നിരിക്കുന്ന എന്താണ് SAC, അതായത് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റും ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റും തന്നു. ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റിനെ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് മിനിമം പോയിന്റിൽ കട്ട് ചെയ്തു. ഇനി മോസ്റ്റ് എഫിഷ്യന്റ് ആണ് ഇവിടുത്തെ പ്ലാൻ സൈസ് ചൂസ് ചെയ്തെങ്കിൽ എന്തായിരിക്കും, ലോങ് ടേൺ മാർജിനൽ കോസ്റ്റും ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റും ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ നോക്കുക, OQ1 എന്ന് പറയുന്ന ഔട്ട്പുട്ട് ആണ് ഈ പറയുന്ന ഇപ്പം ചൂസ് ചെയ്തിരിക്കുന്ന പ്ലാൻ സൈസിലെ ബെസ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, OQ1 എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്ലാൻ സൈസ് ചൂസ് ചെയ്ത് അതിന് മോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റും ലോങ് ടേൺ മാർജിനൽ കോസ്റ്റും ഈക്വൽ ആയിരിക്കും. ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ടോ, ഈ 2 പോയിന്റുകളും ഇന്റർസെക്ട് ചെയ്തിരിക്കുന്നുണ്ടോ, ഇവിടെ ഈ OQ1 എന്ന് പറയുന്ന ഔട്ട്പുട്ട്. പക്ഷെ OQ2 എന്ന് പറയുന്ന ഔട്ട്പുട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുക, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് ചെറുതും ലോങ് ടേൺ മാർജിനൽ കോസ്റ്റ് വലുതുമാണ്. ദെൻ OQ3 എന്ന് പറയുന്ന ഔട്ട്പുട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കൂടുതലും ലോങ് ടേൺ മാർജിനൽ കോസ്റ്റ് കുറവുമാണ്. അപ്പം മോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള പ്ലാൻ സൈസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റും ലോങ് ടേൺ മാർജിനൽ കോസ്റ്റും അവിടെ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും, സെയിം ആവുന്ന സിറ്റുവേഷൻ വരും. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്, അതും ഒന്ന് വായിച്ചു നോക്കുക. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അറിഞ്ഞിരിക്കുക, ലോങ് ടേൺ ആവറേജ് കോസ്റ്റ് കർവ് നമ്മൾ ഡിറൈവ് ചെയ്ത എന്താ, കുറെ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോങ് ടേൺ മാർജിനൽ കോസ്റ്റിനെ നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കർവുകളിൽ നിന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? കാറ്റോ ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാനാണ് 1 or 2 minutes ഞാൻ എടുക്കുക. ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളും എക്കണോമിക് സ്പെസിഫിക് ആയിട്ടുള്ള എക്സാംസുമാണ് ഈ ഒരു ചാനലിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. വളരെ റീസെന്റ് ആയിട്ടാണ് ഈ ഒരു ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടാകാം, ഓൾറെഡി നമ്മുടെ വീഡിയോസ് കണ്ടവരുണ്ടാകാം. നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഓരോ ക്ലാസ്സസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ പ്രോത്സാഹനവുമാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. ഇനി അതുകൂടാതെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഓരോ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്ലേ ലിസ്റ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ UGC നെറ്റ് എക്കണോമിക്സ്, കേരള സെറ്റ് എക്കണോമിക്സ്, CUT PG എക്കണോമിക്സ്, ദെൻ കേരള PSCയിൽ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ്, സ്പെസിഫിക്കലി HSST എക്കണോമിക്സ്, കൊളീജിയറ്റ് എക്സാം, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്, റിസർച്ച് അസിസ്റ്റന്റ് പോലുള്ള എക്സാംസ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഓരോ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ്സസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി ഇത് കൂടാതെ ഈ എക്സാംസിനെല്ലാം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ പെയ്ഡ് ക്ലാസ്സസ് ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ്, നോട്ട്സ്, PPT, ടെസ്റ്റ് പേപ്പേഴ്സ്, അതുകൂടാതെ ഇന്ററാക്റ്റീവ് ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഓരോ വീഡിയോസിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ചില ലൈവ് സെഷൻസ് നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഫ്രീ മെറ്റീരിയൽസും ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഓരോ വീഡിയോസിന്റെ അടിയിലും നമ്മുടെ നമ്പർ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.